എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാൽ കൃപാസനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ദൈവവേദനെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നിൻ്റെ യാത്ര, നിൻ്റെ ചിന്തകൾ, നിൻ്റെ ആലോചനകൾ, നീ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവവേദനെ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ. നീ ആരെ കോണ്ടാക്ട് ചെയ്യുന്നുവോ, ആരോട് ഫോണിൽ സംസാരിക്കുന്നുവോ, എവിടെ കൊണ്ട് നീ സഞ്ചരിക്കുന്നുവോ, എന്തിനു വേണ്ടി സഞ്ചരിക്കുന്നുവോ, നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവിലും നയിക്കുക. ആമേൻ. നമ്മളിന്ന് നോക്കാൻ പോകുന്ന വചനം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 11-ാമത്തെ വാക്യമാണ്. അന്നു വേണ്ട ആഹാരം
ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് തരണമേ. ഓക്കെ, എനിക്ക് ഈ ദിവസങ്ങളിൽ വന്ന ഞാൻ എൻ്റെ ധ്യാനത്തിൻ്റെ സ്വകാര്യ ധ്യാനത്തിൽ എൻ്റെ മനസ്സിൽ വന്ന ഒരു വിഷയം എന്താ അറിയാമോ? ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഓരോ വരികൾക്കുണ്ടല്ല മാർക്ക് ഇടുകയാണെങ്കിൽ ഇന്ന പ്രാർത്ഥനയ്ക്ക് ഇന്ന മാർക്ക് എന്നിട്ട് കഴിഞ്ഞാൽ ഏറ്റവും മാർക്ക് കുറവ് ഈ ഒരു പ്രാർത്ഥനയ്ക്കായിരിക്കും. എന്താണ്? അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ആൾക്കാർ പക്ഷേ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രാർത്ഥിക്കുന്നത് ആ ഒരു ഭാഗമാണ്. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്നുള്ളതിന് ഇപ്പോൾ 2 മാർക്കാണ് വിചാരിച്ചോ. അപ്പം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയും രക്ഷിക്കണമേ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ അതിനൊരു 6 മാർക്ക് വരും. ഇതിന് ഭയങ്കര വേരിയേഷൻ ഉണ്ട്. ഇങ്ങനെ നമ്മൾ ആ വിഷയത്തിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ചുണ്ട് ഇതിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. അന്ന് വേണ്ട ആഹാരത്തിൻ്റെ മാർക്ക് എന്ന് 2 മാർക്ക് ഞാൻ ഇടണമെന്നറിയാമോ? അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വേണ്ട ആഹാരം ഓൾറെഡി ജനറ്റിക്കൽ ബ്ലെസ്സിൻ്റെ പാക്കേജിലുള്ളതാണ്. ജനറ്റിക്കൽ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് എന്താണ്? കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് ബ്ലെസ്സിങ് കൊടുത്തത്. എന്താ കൊടുത്തത്? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യം. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു. സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. അപ്പൊ ഈ ആഹാരം ഇല്ലാതെ കീഴടക്കാൻ പറ്റുക? ആഹാരം ഇല്ലാതെ പെരുകാൻ പറ്റുക? ആഹാരം ഇല്ലാതെ വളരാൻ പറ്റുക? അപ്പോൾ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. ആ ഫസ്റ്റ് ബ്ലെസ്സിങ്സ് ഇല്ലേ, ജനറൽ ബ്ലെസ്സിങ്സ്, ജനറ്റിക്കൽ ബ്ലെസ്സിങ്സ്, ഇതിൽ ഓരോ മനുഷ്യൻ്റെ ആഹാരം പറഞ്ഞിട്ടുണ്ട്. ഇതിന് വേറെ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. അന്ന് വേണ്ട ആഹാരം എന്ന് പറയുമ്പോൾ ഈശോ പറയുന്നില്ലേ, നിങ്ങൾ അറിയാത്ത ആഹാരം എനിക്കുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം. യോഹന്നാൻ 4:32. അവൻ പറഞ്ഞു നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. യോഹന്നാൻ 4:34. യേശു പറഞ്ഞു എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം, എൻ്റെ ആഹാരം, എൻ്റെ ഭക്ഷണം. അയച്ചതിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കുകയാണ് എൻ്റെ ആഹാരം. അപ്പം അതിൻ്റെ ചില സമയത്ത് നമുക്ക് വിളമ്പട ഭക്ഷിക്കേണ്ടി വരും. ലൂക്ക 10:8 വാക്യം. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. അത് നിസ്സാരമല്ല. നമ്മൾ ഇതൊന്നും ഫിസിക്കലല്ല. ഫിസിക്കൽ എന്നതിനേക്കാൾ ഉപരി അതിൻ്റെ അകത്ത് സ്പിരിച്വൽ കൊണോട്ടേഷൻസ് ഉണ്ട്. എന്താ കാര്യം? നമുക്കൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ നിന്ന് വിളമ്പി കിട്ടണ ചിലപ്പോൾ നമുക്ക് അപമാനം വിളമ്പി കിട്ടും, ചിലപ്പോൾ അവഗണന വിളമ്പി കിട്ടും, ചിലപ്പോൾ നമുക്ക് അംഗീകരിക്കാത്ത അവസ്ഥകൾ വരും, ചിലപ്പോൾ അവർ ഒഴിവാക്കും. അത് നമ്മൾ ദൈവനാമത്തെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അന്നു വേണ്ട ആഹാരം പോലെ പോകുന്നത്. ഈ ആഹാരം കഴിച്ചാണ് ആത്മാവ് വളരണത്, കൃപയിൽ വളരണത്. അതുകൊണ്ടാണ് അറിയാത്ത ആഹാരമുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം എന്ന് പറയുമ്പോൾ പിതാവിൻ്റെ ഇഷ്ടം എന്താണ് അത് ഈശോ നിറവേറ്റുമ്പോൾ കർത്താവിനത് ആഹാരമായിട്ട് ഫലം ചെയ്യും. അത് ഒരു വശമാണ്. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ അതല്ല. ആദ്യം പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ അന്നു വേണ്ട ആഹാരം എന്ന് പറയുമ്പോൾ അന്നു വേണ്ട ആഹാരത്തിന് ഫിസിക്കലായിട്ട് ഭൗതികമായി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ജനറ്റിക്കൽ ബ്ലെസ്സിങ് തന്നെ. ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ സന്താനപുഷ്ടിയോടെ പെരുകി വർദ്ധിക്കാൻ പറഞ്ഞപ്പോഴും അന്നു വേണ്ട ആഹാരം അത് ആ പാക്കേജിലുള്ളതാണ്. അതുകൊണ്ട് ഞാൻ 2 മാർക്ക് മാത്രം കൊടുക്കണം അതിന്. പക്ഷേ അതിൻ്റെ അകത്ത് 8 മാർക്ക് കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്താണ് കാര്യം? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ അങ്ങനെ ക്ഷമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര പ്രയാസമല്ലേ. പക്ഷെ അങ്ങനെ നമ്മളോട് തെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ക്ഷമിക്കാൻ വേണ്ടി നമ്മൾ ദൈവസ്നേഹത്തിൽ നിറയണം. കർത്താവിൻ്റെ നമുക്കൊന്നുമില്ല, നെറ്റ് റിസൾട്ട് നമുക്ക് ലാഭമൊന്നുമില്ല, നമുക്ക് നഷ്ടമാണ് ഉണ്ടാകുന്നത്. അപ്പം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനം പാലിക്കേണ്ടി വരുമ്പോൾ
നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ശരിക്കും പറഞ്ഞാൽ അതിനു വേണ്ടി അത് നമ്മൾ അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ എന്നുള്ള വാക്കിന് വേണ്ടി ഉപയോഗിക്കാനാണ് ശരിക്കും പറഞ്ഞാൽ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥനയില്ലേ, അതിനകത്ത് അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് നിറവേറണമെന്നില്ലേ. അപ്പോൾ ആ വാക്കെല്ലാം സാർത്ഥകമാക്കുന്നതാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ രണ്ടാം പകുതി. എന്താണ്? ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ നിങ്ങൾ രക്ഷിക്കണമേ എന്ന്. അപ്പോൾ പ്രലോഭനം എന്ന് പറയുമ്പോൾ ദൈവത്തിന് അകന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഭൗതിക ആനുകൂല്യങ്ങളും ദൈവത്തിൻ്റെ കൽപ്പനകളും മറന്ന് നമ്മൾ ദൈവവചനത്തെ ധിക്കരിച്ചുകൊണ്ട് നേടുന്ന ഭൗതിക മേൽക്കോയ്മകളാണ്, ആനുകൂല്യങ്ങളാണ്. അതിൽ ഉൾപ്പെടുത്താതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ദൈവവചനങ്ങൾ നമ്മൾ പാലിക്കേണ്ടി വരും. അത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതം, അത് ദൈവത്തിൻ്റെ നാമത്തെ പൂജിതമാക്കും, ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തും. ശരിക്കും പറഞ്ഞാൽ ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ആദ്യ പകുതിയിൽ ചെയ്യേണ്ട കാര്യം നമ്മൾ അത് ഒക്കലായിട്ട് ചെയ്യണമല്ലത്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ രണ്ടാം പകുതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള കൃപ ലഭിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. നമ്മുടെ പ്രവർത്തനങ്ങൾ വഴി ദൈവനാമം മഹത്വപ്പെടുകയും ദൈവനാമം പൂജിതമാകുകയും ചെയ്യും. അപ്പോഴേ എപ്പോഴും വരുന്ന വിഷയം എന്ന് പറയുന്നത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്നുള്ളതിന് 8 മാർക്കാണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ആദ്യം കണ്ട തിന്മയിൽ നിങ്ങൾ രക്ഷിക്കണമേ, ഞങ്ങളുടെ കടക്കാർ ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പോൾ അതിനൊക്കെ 6 മാർക്കുണ്ട്. അത് 6 മാർക്കും പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തി തിരുവൻ രക്ഷിക്കുന്നതിന് 8 മാർക്കുമുണ്ട്. അപ്പോൾ നിങ്ങളുടെ മാർക്ക് കൂടുതൽ കിട്ടുന്ന കാര്യങ്ങൾ ആ ചോദ്യങ്ങൾക്ക് ആദ്യം ഉത്തരം കണ്ടുപിടിച്ചാൽ ഈസി ആയിട്ട് ഈ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വിശ്വാസത്തിൽ റോമൻ 4:20 അനുസരിച്ച് വളരാൻ പറ്റും. ഓക്കെ. എൻ്റെ പേര് എലിഷ്ബ അമ്മു ഫിലിപ്പ്. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. 40 വയസ്സാണ്. ഞാൻ യാക്കോബായ സമുദായത്തിൽപ്പെട്ട ആളാണ്. കുമരകം ആറ്റാമംഗലം സെയിൻറ്റ് ജോൺസ് ബാപ്റ്റിസ്റ്റ് ചേർച്ചാണ് മാതൃ ഇടവക. ഞാൻ 2019 ജൂണിലാണ് ഉടമ്പടി എടുത്തത്. അന്ന് മുതൽ ഉടമ്പടിയിൽ തന്നെ ജീവിക്കുന്നു. ഇപ്പോൾ പറയുന്ന സാക്ഷ്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഞാൻ കുഹാസ് യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൽ MS ഓർത്തോപെഡിക്സ് PG ചെയ്യുമായിരുന്നു. അപ്പം ഇപ്പോൾ ആണ് എൻ്റെ റിസൾട്ട് വന്നതിനെ പറ്റിയുള്ളതാണ് പ്രധാനമായിട്ടുള്ള സാക്ഷ്യം. എക്സാം നല്ല ബുദ്ധിമുട്ടായിരുന്നു. നല്ല ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എഴുതുമ്പോൾ നമുക്കറിയാം അത് എത്ര ഏകദേശം മാർക്ക് കിട്ടുമെന്നുള്ളത്. അപ്പോൾ അതിലൊരു പാസിംഗ് സ്കോറിലേക്ക് വരാൻ നല്ല ബുദ്ധിമുട്ടാണെന്നുള്ളത് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ടെന്നുള്ളത് ഇതിൽ അപ്ഡേഷൻ വന്നു. പക്ഷെ എനിക്കത് നോക്കാൻ അത്രയ്ക്കൊരു മനസ്സുറപ്പ് കിട്ടിയില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വചനം എടുത്ത് നോക്കി, ഇപ്പോൾ ഇത് നോക്കണോ, പ്രാർത്ഥിച്ചിട്ട് നോക്കണോ, അതോ ഇവിടെ വന്ന് ബ്ലെസ്സിങ് വാങ്ങിക്കണോ എന്ന്. കൃപാസനത്തിൽ വന്ന് എന്താണെങ്കിലും ഓപ്പൺ ചെയ്യുന്നുള്ളൂ റിസൾട്ടെന്ന് ഞാൻ തീരുമാനിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഇശയ 22:22, ഞാൻ ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ ചുമലിൽ വെച്ച് കൊടുക്കുന്നു, അവൻ കെട്ടുന്നത് വേറെ ആർക്കും അഴിക്കാൻ സാധിക്കില്ല, അവൻ അഴിക്കുന്നത് വേറെ ആർക്കും പൂട്ടുവാനും സാധിക്കില്ല എന്നുള്ള. അപ്പോൾ എനിക്കത് പുരോഹിതനെ പറ്റി എന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിൽ കിട്ടിയ ബോധ്യം. അപ്പോൾ ഞാൻ അച്ഛൻ്റെ പ്രെയർ മേടിച്ചിട്ടേ തുറക്കുന്നുള്ളൂ എന്നുള്ളത് വിചാരിച്ചു. അപ്പോൾ ഈ വ്യാഴാഴ്ച അച്ഛനില്ല, അതുകൊണ്ട് ഇന്നിവിടെ വന്ന് ബ്ലെസ്സിങ് വാങ്ങിയതിന് ശേഷം ഇത് അച്ഛനെ കൊണ്ട് വാഴ്ത്തിയതിന് ശേഷം മാത്രം നോക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഹാൾ ടിക്കറ്റ്. അപ്പോൾ അച്ഛനോട് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും വന്ന് ഒന്നുകൂടെ അത് നോക്കിയിട്ട്, നേരത്തെ ഇങ്ങനെ അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ടുള്ളതുകൊണ്ട് ഏതൊരു പോസിറ്റീവായിട്ടാണോ അച്ഛനോട് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലത് പാസ്സാവാനുള്ള മാർക്ക് കിട്ടാനുള്ളതില്ല. അച്ഛൻ പിന്നെ അത് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെയാണ് തോന്നി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തലയിൽ തട്ടിയിട്ട് പറഞ്ഞു സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ ഇരുന്ന് ഞാനിവിടെ ആൾത്താരയിൽ അമ്മയുടെ മുന്നിൽ വെച്ചാണ് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അമ്മ അത് പരിഹരിച്ചു വേണം, ബാക്കിയുള്ള ഇതിലും അമ്മയുടെ ഞാൻ ഉടമ്പടിയിൽ തന്നെയാണ് ജീവിക്കാൻ ഉറച്ചിരിക്കുന്നതെന്നുള്ള ആ വാഗ്ദാനത്തിൽ എൻ്റെ ഭാഗം ഒന്നുകൂടെ ഈ വിശുദ്ധ മണ്ണിൽ വെച്ച് മുന്നിൽ ഈശോയുടെ അൾത്താരയുടെ മുന്നിൽ വെച്ച് ഒന്നുകൂടെ ഞാൻ എൻ്റെ ഉടമ്പടി മനസ്സുകൊണ്ട് പുതുക്കിയതിന് ശേഷമാണ് റിസൾട്ട് നോക്കിയത്. കർത്താവിൻ്റെ കൃപ കൊണ്ട് മാത്രം എനിക്ക് പാസ് മാർക്ക് കിട്ടി എന്നുള്ള. പാസ് മാർക്കല്ല, ഞാനത് ഏറ്റവും ഭയപ്പെട്ടിരുന്ന വിഷയത്തിനാണ് മാർക്ക് ഞാൻ
എനിക്ക് ഈസി എന്ന് വിചാരിച്ചിട്ടുള്ളതിനേക്കാളും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പ്രാക്ടിക്കലിൻ്റെ ഇത് വന്നപ്പോൾ ഇവിടെ ഇപ്പം ഒരാൾ മാത്രമേ, ഞങ്ങൾ മെറ്റേണിറ്റിയിൽ പോയവരായിട്ട് 3 പേരൊക്കെ ആയിരുന്നു ആകെ ഞങ്ങളുടെ ബാച്ചിൽ പിന്നെ എക്സാം എഴുതാനുണ്ടായിരുന്നത്. ഇത്രയല്ല. അപ്പോൾ എനിക്കതിപ്പം മെയിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ ജാനുവരിയിൽ എക്സാം എഴുതാനുള്ള അറ്റൻഡൻസ് ഇല്ലായിരുന്നു. മറ്റുള്ള കുട്ടികൾക്ക് ജാനുവരിയിലാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ 3 പേരും മാത്രമായി. അപ്പോൾ എക്സാം സെൻറ്റർ എന്ത് ചെയ്തെന്നാൽ അവിടെ കിട്ടത്തില്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി എഴുതേണ്ടി വരുമെന്ന് പറഞ്ഞാൽ, ഞാൻ കോഴിക്കോട് നിന്ന് KMCT കോഴിക്കോട് എന്നുള്ള ഡിസ്ട്രിക്റ്റ് ആണെങ്കിലും അവിടുന്ന് ഒരു 25 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ രാവിലെ 9 മണിക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ 9-ന് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല. ഞാൻ എല്ലാ ദിവസവും എനിക്ക് വിശുദ്ധ കുർബാന, ഞാനിപ്പോൾ എവിടെയെങ്കിലും ഒരു യാത്ര ചെയ്യുവാണെങ്കിലും വിശുദ്ധ കുർബാനയ്ക്ക് രാവിലെയോ വൈകുന്നേരമോ വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് സ്വീകരിക്കാൻ സാധിക്കുന്ന ഇടവക ഉണ്ടോ എന്ന് നോക്കിയിട്ടേ ഉള്ളൂ കഴിവതും യാത്ര ചെയ്യത്തുള്ളൂ. അപ്പം അത് അവിടുന്ന് എനിക്ക് ഈ 9-ന് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്താണെങ്കിലും വിശുദ്ധ കുർബാന സംബന്ധിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വന്നു. അപ്പോൾ ഒരിക്കലും കിട്ടില്ല ഞങ്ങളുടെ കോളേജിൽ നിന്ന് വരെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് 3 പേർക്ക് മാത്രമേ സെൻറ്റർ കോളേജിൽ തന്നെ കിട്ടി. അപ്പോൾ വിശുദ്ധ ബലിയിൽ പങ്കെടുത്തതിന് ശേഷം വന്ന് കുർബാനയിൽ എക്സാമിന് കയറാമെന്നുള്ള വന്നു. അപ്പോൾ എക്സാമിന് കയറുന്നതിന് മുമ്പ് ഹാളിൻ്റെ വാതിക്കലപ്പോഴും നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉപ്പ് അവിടെ വെഞ്ചരിച്ച ഉപ്പ് വിശ്വാസപ്രമാണം ചൊല്ലി ഇട്ടതിന് ശേഷം മാത്രമാണ് കയറിയത്. ആദ്യം അപ്പോൾ എക്സാമിനുള്ള നമുക്ക് നമ്മുടെ കാശ് രൂപ ഒന്നും കയറ്റാൻ പറ്റില്ലാത്തതുകൊണ്ട് ആദ്യം ഞാൻ PG എഴുതിയ സമയം മുതലുള്ളതിനാണ്. അപ്പോൾ ഞാനിതിന് നമുക്ക് എക്സാമിന് ഇതിന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഫോട്ടോ സ്റ്റുഡിയോയിൽ എടുക്കാൻ പോകുമ്പോൾ കാശ് രൂപയുള്ള ലോക്കറ്റ് ഞാനങ്ങനെ എപ്പോഴും ഇട്ടുകൊണ്ട് നടക്കില്ല, അല്ലാത്ത കാശ് രൂപ ഇടത്തുള്ളൂ. ബ്ലസ് ചെയ്ത് കിട്ടിയ ഉടമ്പടി കാശ് രൂപ ഞാൻ അങ്ങനെ ദേഹത്ത് ധരിച്ചുകൊണ്ട് നടക്കാറില്ല. അപ്പോൾ അത് ഞാൻ കഴുത്തിലേക്ക് മാലയിൽ കൊലുത്തിയിട്ട് കഴുത്തിലേക്ക് ചേർത്ത് ലോക്കറ്റ് പോലെ കാണുന്ന രീതിയിൽ ഇട്ടിട്ടാണ് ഞാൻ ഫോട്ടോ എടുത്തത്. അപ്പോൾ ഫോട്ടോയിൽ ആ കാശ് രൂപ ഉണ്ട്. അത് ഞാൻ വിചാരിച്ചത് കാശ് രൂപ ഇനി എക്സാമിന് കയറ്റാൻ പറ്റിയില്ലെങ്കിലും നമ്മൾക്ക് കയറ്റുന്ന ഹാൾ ടിക്കറ്റിൽ ഫോട്ടോ പതിച്ച ഹാൾ ടിക്കറ്റിൽ അമ്മയുടെ പ്രസൻസ് ഉണ്ട്. എനിക്കത് ആ ഒരു ഉറപ്പിൽ ആ ഫോട്ടോ വെച്ചിട്ടാണ് ഞാൻ എക്സാംസിന് ഫുള്ളും എഴുതിയത്. കാര്യം എനിക്ക് 40 വയസ്സുണ്ട്. 15-10 വയസ്സെങ്കിലും താഴെയുള്ള കുട്ടികളുടെ കൂട്ടത്തിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം എനിക്ക് അവരുടെ ഒപ്പം പഠിച്ചെത്താനോ ഒന്നിനും എല്ലാ കാര്യത്തിലും പുറകിലാവും എന്നുള്ളത് നന്നായിട്ട് അറിയാം. അപ്പോൾ കർത്താവ് മാത്രമാണ് എൻ്റെ പേരിൽ, ഞാൻ അമ്മയുടെ കൊടുത്തിട്ട് മാത്രമാണ് ഓരോ കാര്യത്തിലും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എക്സാമിൻ്റെ കാര്യം ഇപ്പോൾ ഇവിടെ ഉള്ളതിൻ്റെ പറഞ്ഞു. അത് കഴിഞ്ഞ് വേറെ ഇങ്ങനെ കുറേ ഇഷ്യൂസ് ഇങ്ങനെ ഓരോന്നിനും വന്നിട്ടുള്ളൂ. അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് മാറണം എന്നുള്ളൊരു, ഞാൻ നായ്ക്കൾക്കൊക്കെ ഫുഡ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമുണ്ടെന്നൊക്കെ ഉള്ള രീതിയിൽ അപ്പം മാറണമെന്ന് പറയാൻ പ്രിൻസിപ്പാളും തുടർന്നുള്ള ഹയർ ഒഫീഷ്യൽസ് എല്ലാവരും വിളിക്കുന്ന സമയത്തും എൻ്റെ കൂട്ടത്തിൽ അമ്മ മാത്രമേ ഉണ്ടെന്നുള്ള ഒരു ധൈര്യത്തിലാണ് പോകുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നതെന്നുള്ള അറിയില്ല. സംസാരിച്ചതിൻ്റെയൊക്കെ കഴിയുമ്പോൾ എല്ലാത്തിലും അവിടെ നിൽക്കാം എന്നുള്ള അവസ്ഥയിൽ വന്നിട്ടുണ്ട്. വേറെ ആൾക്കാരുമായിട്ടുള്ള പ്രശ്നം വന്നപ്പോൾ ഇത് ഉടമ്പടിയിലായതുകൊണ്ട് മാത്രം കിട്ടിയിട്ടുള്ളൊരു കൃപയായിട്ട് എനിക്ക് നേരത്തെ എന്ന് പറഞ്ഞാൽ ആരോടെങ്കിലും പ്രശ്നമുണ്ട് എനിക്ക് അവരോട് ദേഷ്യമോ വൈരാഗ്യമൊക്കെ തോന്നും. പക്ഷേ ഈ ഗ്രഡ്ജ് എന്ന് പറയുന്ന ഒരു കാര്യം പോയിട്ട് ഇവർക്ക് വേണ്ടി സമാധാനത്തോടെ സന്തോഷത്തോടെയും പ്രാർത്ഥിക്കാനുള്ള ആ ഒരു ഗ്രേസ്, അത് കർത്താവ് ഉടമ്പടിയിൽ അമ്മ വഴി നേടിത്തന്നുള്ളത് മാത്രമേ എനിക്ക് നമ്മളെപ്പറ്റി നേരത്തെ അറിയാമല്ലോ, അതുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളവർക്ക് അവിടുന്ന് അവരങ്ങ് മാറി എന്നുള്ള ഇതുപോലെയുള്ളത് വന്നത്. അപ്പോൾ ഞങ്ങൾ യാക്കോബക്കാർക്ക് ഇങ്ങനെ ഈ ഇതൊന്നുമില്ല, നമ്മൾ വെന്തിങ്ങ അല്ലെങ്കിൽ ഈ ഉത്തരീയം ധരിക്കുന്ന ഇതില്ല. പക്ഷെ അത് ഞാൻ ഇവിടുന്ന് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു വിശ്വാസത്തിന് പുറത്ത് ധരിച്ചതാണ്. അപ്പോൾ ഈ അമ്മയുടെ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നതാണ് എനിക്ക് ഓരോരുത്തർക്കും തോന്നിയിട്ടുള്ളത്. ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്ന രീതിയിലോ അല്ലാത്ത രീതിയിലോ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അമ്മയാണ് പൊതിഞ്ഞൊടിച്ച് നിർത്തുന്ന പോലെ തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിൽ നേരത്തെ ഉള്ളൊരു കാര്യം കൂടെ പ്രധാനമായിട്ടുള്ളത് പറയുന്നതെന്ന് വെച്ചാൽ എൻട്രൻസിൻ്റെ ഇത് വന്നപ്പോൾ ഞാനിവിടെ എഴുതണം, ഇവിടെ കയറണം എന്നൊന്നും എനിക്കൊരു ഉറപ്പില്ല. അത് 10-15-12 വർഷത്തെ ഗ്യാപ്പാണ് കിടക്കുന്നത്. അപ്പോൾ വെറുതെ എക്സാം എഴുതിയാണ്, പക്ഷെ അതിനും കയറണം എന്നൊന്നുള്ളൊരു ഇതില്ല. അങ്ങോട്ടും ഒരു ചാഞ്ചാട്ടാണ്. US-ലെത്തിൻ്റെ തന്നെ തുടരണോ എന്നൊക്കെ ഉള്ളത്. ഞാൻ 2009 പാസ്സായത്. അപ്പോൾ 2021 എക്സാം വെറുതെ ഏതായാലും വീട്ടിൽ നിൽക്കുമല്ലോ എന്നുള്ള രീതിയിൽ എഴുതി. ഞാൻ ഇതിനകത്ത് വലിയൊരു സീരിയസ്നെസ് ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു PGക്കുള്ള നീറ്റ് എക്സാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 21 അവസാനം അമ്മ എൻ്റെ ഹാൾ ടിക്കറ്റും കൊണ്ട്, പരീക്ഷ സെപ്റ്റംബറിൽ ഓഗസ്റ്റിൽ എപ്പോഴും കഴിഞ്ഞാണ്, ഇവിടെ വന്ന് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ അത് അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് മുട്ടിച്ച് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. ഞാനത് കഴിഞ്ഞ് 2022 അച്ഛനെ ഏപ്രിലിൽ ഇങ്ങനെ കണ്ടിട്ട് ഞാനിപ്പോഴും അച്ഛനോടൊരു അച്ഛൻ എനിക്ക് ഇവിടെ പഠിക്കണോ തുറന്ന് US പഠിക്കണമെന്ന് എനിക്ക് കൺഫ്യൂഷനാണ്, എനിക്ക് ഉറപ്പില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ ഇതുകൊണ്ട് ആൾക്കാരെ പോയി അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്ന് ഇങ്ങനെ ഒറ്റ സെൻറ്റൻസാണ് പറഞ്ഞത്, അമ്മ ഇവൾക്ക് ഇവിടെ ജീവിതം ശരിയാക്കാൻ വേണ്ടിയുള്ള കാര്യം അമ്മ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ കാണിച്ച് വിട്ടു.
അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് കാലിക്കറ്റിലത്തെ ലാൻഡ് ലൈൻ നമ്പറിൽ നിന്ന് ഒരു കോൾ വരുന്നു. അപ്പം അവിടെ ഒരു കോർട്ടിലൊരു കേസിൻ്റെ ഉള്ളതുകൊണ്ട് അതാണോ എന്ന് വിചാരിച്ചാൽ ഞാൻ എടുക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് KMCT മെഡിക്കൽ കോളേജിൽ നിന്നാണ് വിളിക്കുന്നത്, നിങ്ങളുടെ MS ഓർത്തോയുടെ സീറ്റ് റെഡി ആയിട്ടുണ്ട്, വന്ന് എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഒറ്റയടിക്കാൻ പെട്ടെന്ന് പറഞ്ഞത് ഇല്ല എന്നാണ്. കാര്യം ഇവിടുത്തെ ആണോ എന്ന് എനിക്കൊരു ഉറപ്പില്ല. പിന്നെ അത് കഴിയുമ്പോൾ ഞാൻ ബൈബിൾ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് വെളിപാട് 12 സൂര്യനെ അണിഞ്ഞ സ്ത്രീ ആ അധ്യായത്തിലുള്ള 3.5 വർഷം അവൾക്ക് താമസിക്കാൻ മരുഭൂമി ഞാനൊരു സ്ഥലം ഒരുക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പിന്നെ ഒരു പ്രശ്നമില്ല, ഇത് അമ്മ ഒരുക്കിയ സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ കാര്യം തുടർ നടപടികളിലേക്ക് പോയി. ഇപ്പോൾ പിറ്റേ ദിവസം റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഓർത്തില്ല, ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇവിടെ വന്ന് അമ്മയുടെ അടുത്തുനിന്ന് ബ്ലെസ്സിങ്ങും ബാക്കി പുതുക്കലും കഴിഞ്ഞിട്ടേ ഞാൻ അനങ്ങത്തുള്ളൂ. അപ്പം അത് കഴിഞ്ഞ് ഞാനൊന്നും നോക്കിയില്ല, ഇവിടെ വന്നു. ഇതിന് ശേഷമാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളതിനെ പറഞ്ഞത്. പക്ഷേ എനിക്കറിയാൻ മനസ്സിലായിരുന്നു ആ ഡേറ്റ് നീട്ടിവെക്കും. പിന്നെ ബാങ്കിലേക്ക് പോയി ക്യാഷ് പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയുള്ള ഗോൾഡ് ലോണൊക്കെ വെക്കാൻ വേണ്ടി. അപ്പോഴും ഇപ്പോൾ പോകുന്നില്ല, ഇതൊക്കെ റെഡി ആയിട്ട്. അപ്പം മനസ്സിലൊരു ഉറപ്പാണ് അമ്മ ഇരുന്നിട്ടാ, ഇത് നീ എല്ലാം റെഡിയാക്കുമ്പോഴേ ഉള്ളൂ അവിടുത്തെ ലാസ്റ്റ് ഡേറ്റും യൂണിവേഴ്സിറ്റിയുടേത് ആകത്തുള്ളൂ. അങ്ങനെ വന്നു, അവിടെ ജോയിൻ ചെയ്തു. ഒത്തിരി പ്രശ്നങ്ങളുടെയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രസൻറ്റേഷനൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ മുന്നിൽ എങ്ങനെ നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പ്രസൻറ്റേഷന് എനിക്കൊരു കുറച്ചെങ്കിലും ഞാനൊരു മനസ്സുരുക്കത്തോടെയാണെങ്കിൽ ഞാൻ എനിക്ക് കയറുന്നതിന് മുമ്പ് അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ടിട്ട് പോകും. അപ്പോൾ അമ്മയോട് ഞാൻ പറയും, അമ്മ ഇവിടെ വന്ന് നിൽക്കണം. അപ്പോൾ പറയുമ്പോഴും പേടിയാണ്, എന്നാ പറയുന്നതെന്ന് പോലും എനിക്കൊരു അറിയത്തില്ലാത്ത രീതിയിലാണ് നമുക്ക് ഈ ടോപ്പിക് പ്രസൻറ്റേഷന് നിൽക്കുന്നത്. അപ്പോൾ ടോട്ടലി എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുള്ള പോലത്തെയുള്ള അതിൻ്റെ അല്ല, അത് ഈ പറയുന്നത് എന്താണെന്ന് എനിക്ക് വലിയൊരു ബോധമില്ലാതെ നിൽക്കുന്ന സമയത്തിൽ HOD അന്നുണ്ടായിരുന്ന ഉമർ പറൽ സാർ, അദ്ദേഹം മരിച്ചുപോയി. പക്ഷെ അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ സാറ് പതിഞ്ഞു വെച്ചാൽ സംസാരിക്കും. അപ്പോൾ സാറ് എല്ലാം പറഞ്ഞു, വെരി ഗുഡ് എന്ന്. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, ഞാനത് എനിക്ക് തന്നെ എന്നറിയില്ല. പക്ഷേ അമ്മയെ ഏൽപ്പിച്ചിട്ട് പോയപ്പോൾ അങ്ങനെ സാറ് നല്ലതെന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ടായിട്ടുണ്ട് പ്രസൻറ്റേഷൻസ്. പിന്നെ ടോട്ടലി എനിക്കറിയത്തില്ല എന്നുള്ള രീതി എനിക്ക് ലാസ്റ്റാണ് മനസ്സിലാവും. ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ തയ്യാറാക്കിയിരിക്കുന്ന ടോപ്പിക്ക് പോലും വേറെയാണെന്ന് വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ അമ്മയും കൂട്ടി പോയി നിന്നിട്ടുള്ളപ്പോൾ ആരും അതിനെപ്പറ്റി ഈ പറയുന്നത്, ഞാൻ പറയുന്ന വേറെ ടോപ്പിക്കാണ്, വേറെ കാര്യമാണ്. പക്ഷെ അവരാരും അതിനെപ്പറ്റി ഒന്നും പറയാതെ എല്ലാവരും തലയാട്ടി കേട്ട് അനുകൂലമായിട്ട് നിൽക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ആ സമയത്ത് സാറിക്ക് ചോദിച്ചിട്ടുള്ളപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞത് അവർ യെസ് എന്ന് പറഞ്ഞു. പക്ഷേ ആ ആൻസർ എൻ്റെ വായിൽ നിന്ന് എനിക്കറിയില്ലായിരുന്നു. ഇങ്ങനെ പ്രൈവറ്റ് ഡിക്റ്റേഷൻ എന്ന് പറയുന്ന പോലെ എന്തോ ഇതിങ്ങനെ പറഞ്ഞു. ഞാൻ തന്നെ ഇത് ഓരോ ഭാഗം പറയും, ഇതെന്താ ഞാൻ ഈ പറയുന്നത്, അതിന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് അനുഭവത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലേ മനസ്സിലാവത്തുള്ളൂ. ആ ഒരു അങ്ങനെ ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ട്. അതായത് ഞാൻ അമ്മയുടെ കൂട്ടത്തിൽ ഇതൊരു നിന്നിട്ടുള്ള സമയങ്ങളിലെല്ലാം ആ ഒരു പ്രസൻസ് തോന്നിയിട്ടുണ്ട്. ഇട്ടിട്ട് പോരണം എന്നുള്ള രീതി ഒത്തിരി പ്രശ്നങ്ങൾ പോലെ എനിക്ക് തോന്നിയിട്ടുള്ള സമയത്ത് ഞാൻ മനസ്സുകൊണ്ട് ഇത്തിരി തളർന്നിട്ടുള്ളപ്പോഴത്തേക്കിനും എല്ലാം സുഗന്ധാഭിഷേകം അത് ഇവിടുത്തെ അമ്മയുടെ എന്നുള്ള ഒരു ഇതുപോലെ ആ മുല്ലപ്പൂവിൻ്റെ മണമെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. നമ്മൾ ഒരു മുല്ലയുടെ ഒരു കാട് ഒന്നിച്ച് പൂത്തു നിൽക്കുന്ന പോലെ എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പം ഭയങ്കര സ്വസ്ഥപ്പെട്ടിരുന്നിട്ട് ഒരു ഈസ്റ്റർ ഞങ്ങൾക്ക് കുരിശ് മുത്തുന്ന ഇതുണ്ട് ഉയർപ്പിന്. അപ്പോൾ കുന്തിരിക്കത്തിലാണ് ഈശോയെ അടക്കം ചെയ്യുന്നത്. അത് തുറക്കുമ്പോൾ കുന്തിരിക്കത്തിലാണേ വരത്തുള്ളൂ, നമ്മൾ മുത്തുവാണ് മാക്സിമം. പക്ഷേ എനിക്ക് അവിടെ ഇങ്ങനെ മുത്തിയൊരു അസ്വസ്ഥപ്പെട്ടിരുന്ന ഒരു വർഷത്തിൽ ഉടമ്പടിയിലായിരുന്നപ്പോൾ നല്ല ശക്തമായ കുടമുല്ലപ്പൂവിൻ്റെ മണമാണ് വന്നിട്ടുള്ളത്. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് അനേകം സൗഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈവൻ രോഗികളുടെ ഒക്കെ പോലും അടുത്ത്. അതിപ്പോൾ ആൾക്കാരില്ലാത്തതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. എൻ്റെ വളർത്തു മൃഗങ്ങളുടേത് മരിച്ചു പോകുന്നൊക്കെ ഉള്ള പോലെ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെട്ട് വന്നിട്ടുള്ള പോലത്തെ ഒത്തിരി ഉണ്ട്. ഏത് തടസ്സങ്ങളുള്ളപ്പോഴൊന്നും മനസ്സിരുത്തി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പിട്ടിട്ട് അവിടെ കയറുമ്പോഴത്തേക്കിനും അമ്മയാണ് അവിടെ വന്ന് കൂടെ നിൽക്കുന്നത്. അതായത് ഫയൽ അമ്മ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇട്ടിട്ട് പോയാലും മറ്റേ അമ്മയുടെ കയ്യിലിരിക്കുന്ന പോലത്തെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. മിഷണറി അങ്ങനത്തെ ഒരു പ്രവർത്തനം പ്രധാനമായിട്ട് ആദ്യമെങ്കിൽ പത്രത്തിൻ്റെ കോട്ടയത്തായിരുന്ന സമയത്തൊക്കെ ഇത് എന്തിനാണെന്നൊക്കെയുള്ള രീതി ഉടമ്പടിയുടെ തുടക്ക സമയത്ത്. അപ്പം വേറെ ആൾക്കാരിൽ നിന്ന് നോക്കിയിട്ട് ഒത്തിരി ഒരു നെഗറ്റീവ് പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് ഉറപ്പാണോ എന്നുള്ള അറിയില്ല. പക്ഷെ അതിൻ്റെ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കോട്ടയത്ത് ഇവിടെ ആൾക്കാർ റിസീവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ എല്ലാവർക്കും ഒത്തിരിയും പത്രം കിട്ടാറുണ്ട്, ഇതുമായിട്ട് ഒത്തിരി അടുത്തിട്ടുള്ളതായതുകൊണ്ട്. പക്ഷേ അപ്പോൾ എനിക്കിതൊന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു തുറവ് കിട്ടണം. മെഡിക്കൽ കോളേജിലൊന്നും അന്ന് ആരും വാങ്ങിക്കില്ല, അതവിടെ വെറുതെ ഇരിക്കലേ ഉള്ളൂ. അപ്പം ഇനി അവിടെ കൊണ്ടുപോയി കൊടുക്കുക, മെഡിക്കൽ കോളേജ് പറ്റില്ല, ബസ് സ്റ്റേഷൻ റെയിൽവേയിലെല്ലാം ഞാൻ കൊടുക്കുമായിരുന്നു. പക്ഷെ എല്ലാവരും അവിടെ കൊടുക്കരുതെന്ന് പറഞ്ഞ് നമ്മുടെ പുറകിൽ ആൾക്കാർ വരും. അപ്പോഴാണ് എനിക്ക് കോഴിക്കോടെന്ന് പറഞ്ഞൊരിത് തുറന്നു കിട്ടുന്നത്. അതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, വെൽക്കമിങ് ആണ്. അപ്പം അറിയാമല്ലോ, ഒത്തിരി എനിക്ക് പത്രം കൊടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ട് പിടിച്ചു വാങ്ങിയാണ്. പോലീസുകാരും ഒക്കെ വന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടു. അപ്പം ഞാൻ ഓർത്ത് ഇതെന്ന് പറയുന്നത് അത്ര ഈസി ആവുന്നതിലൊരു കാര്യമില്ലല്ലോ നമുക്ക്. അതായത് അറിയത്തില്ലാത്തവരുടെയും കൂടെ അടുത്തല്ലേ, വേറെ മതസ്ഥർ വാങ്ങിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഈ മിഷണറീസിൻ്റെ എത്ര ബുദ്ധിമുട്ടാണെന്നൊരു അതൊന്ന് മനസ്സിലാകണം എന്നുള്ളൊരു ഇതിൻ്റെ വന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഈ അറിയത്തില്ലാത്ത രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുന്നവർ
അവർക്ക് എന്തൊരു ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഇതിൽ. അപ്പം ഞാൻ ഓർത്ത് നമ്മുടെ അവിടെ ഒത്തിരി ഹിന്ദി മാതൃഭാഷയായിട്ടുള്ള സഹോദരങ്ങൾ വരുമല്ലോ ജോലിക്കായിട്ടും പലപ്പോഴും ഞങ്ങളവിടെ ഒത്തിരി പേരെ കാണാറുണ്ട്. അപ്പോൾ ഇവർക്കൊന്ന് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള രീതിയിൽ ഞാൻ ഇവിടുന്ന് പത്രക്കെട്ടുകൾ വാങ്ങിയിട്ട് പോയിട്ടുണ്ട്. എപ്പോഴും വാങ്ങുക എന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടുള്ളപ്പോഴത്തേക്കിനും ഈ മിഷണറി പ്രവർത്തനമായിട്ട് ഇറങ്ങിയിട്ടുണ്ടോ അമ്മ ഇവിടെ കൂടെ വരും. അതിൻ്റെ അകത്ത് ഇപ്പോൾ വേറെ പ്രാർത്ഥനയൊന്നും വെക്കത്തില്ല, ഇതിൽ എല്ലാവരുടെ അടുത്ത് എത്തിക്കാൻ പറ്റണം എന്നുള്ളത് മാത്രം വെച്ചിട്ടാണ് ഓരോ ഈവൻ എനിക്ക് ഇങ്ങനെ ഇത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ സാധിക്കാത്ത എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയും അവരുടെ പേരിൽ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പത്രം കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ആദ്യം ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഇവർ റിസീവ് ചെയ്യില്ല, ചിലർക്ക് ഇതെന്താണെന്നുള്ള അറിയില്ല. എനിക്ക് ഹിന്ദിയിലൊന്നും സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് പിന്നെയും പോകുമ്പോൾ ഇങ്ങനെ വിമുഖതയോടെയുള്ളതാണെങ്കിലും വാങ്ങിക്കും. അപ്പം ഞാൻ മനസ്സിൽ ഇത്രയും മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ, ഇത് ഈശോയെ അറിയാൻ വേണ്ടി ഉതകുന്നതാകണേ എന്നുള്ള രീതിയിൽ. അപ്പം അതിൻ്റെ അകത്ത് അങ്ങനെ ചെയ്യുമ്പോഴാണ് ശരിക്കും നോർത്ത് ഇന്ത്യയിലും, അതായത് ഇവിടെ നമുക്ക് കേരളത്തിലെ മണ്ണ് പോലെ അല്ലല്ലോ, അതിലുള്ള അല്ലെങ്കിൽ ആദ്യകാലങ്ങളിലൊക്കെ നല്ല തോമസ് ലിയ മുതലൊക്കെയുള്ള മിഷണറീസിൻ്റെ ആ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് മനസ്സിലാകുന്നത് എനിക്ക് ഇവരുടെ ഇടയിൽ അറിയുന്നില്ലാത്തവരുടെ ഇടയിൽ ഒന്ന് കൊടുക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കിനുള്ളതാണ്. കാരുണ്യ പ്രവർത്തികൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾ അതെന്ന് പറഞ്ഞാൽ ഭയങ്കര വെൽക്കമിങ് ആയിട്ട് എല്ലാ മനുഷ്യരെ ഒത്തിരി സഹായിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് അവിടെ മനുഷ്യർക്ക് അധികം ഒരു ഫുഡിനൊന്നും ഒരു ബുദ്ധിമുട്ടുള്ളതുപോലെ ഞാൻ ആരെയും കണ്ടിട്ടില്ല. അതൊരു ആ സ്ഥലത്തിലെ ആ ആൾക്കാരുടെ മേന്മയായിരിക്കും, നല്ല മനസ്സുള്ളവരാണ് ചെയ്യുന്ന അവിടെയുള്ള മനുഷ്യർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുള്ളവരെ പൊതുവെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ചെയ്യുന്നത് കൂടുതലും സ്ട്രേ ഡോഗ്സിനാണ് ഫുഡ് കൊടുക്കാറുള്ളത്. അത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല, എന്നാലും ഭക്ഷണത്തിന് വേണ്ടി ഇരിക്കുന്നവർക്ക് കൊടുക്കുന്നു എന്നുള്ളൊരു ചിന്തയോടെ മാത്രമാണ് കൊടുക്കുന്നത്. തുടർന്നും ഉടമ്പടി തന്നെ ജീവിക്കാനുള്ളതാണ്. അത് തീരുമാനവും ആഗ്രഹവും അതിന് കർത്താവ് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരു കാര്യം കൂടി പറയാൻ വിട്ടു, എക്സാമിന് നമ്മൾക്ക് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് കുറച്ച് റെഡിയാക്കി വെക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പം നിപ്പിലെന്ന് പറയുമ്പോൾ അത്ര എടുക്കാൻ കാര്യം ഒത്തിരി പ്രശ്നങ്ങൾ കൊണ്ട് പറയുന്നൊരു തുക സ്വരുക്കൂട്ടാൻ ബുദ്ധിമുട്ടാണ്. അതെങ്ങനെ, പക്ഷേ എനിക്കെന്താണെന്ന് വെച്ചാൽ എക്സാം സെൻറ്റർ മാറ്റിയെടുക്കാൻ താല്പര്യമില്ലായിരുന്നു. അവിടെ ആണെങ്കിലും മാത്രമേ പറ്റുള്ളൂ എന്നൊരവസ്ഥയാണ്. പക്ഷേ ക്യാഷിൻ്റെ ഒരു ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ട്. അപ്പം ഒന്നുമില്ല, പക്ഷേ എഗ്രി ചെയ്തു. അപ്പോൾ ഈ വിഷയ 45 ആ വചനം ഉണ്ടല്ലോ, ഞാൻ നിനക്ക് മുമ്പാകെ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുക, ഇരുമ്പ് ഓടാമ്പലുകൾ ഓടിക്കുകയും ചെയ്യും, ഇതിന് പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവകർത്താവ് ഞാനൊന്ന് അറിയാൻ വേണ്ടി അന്ധകാരത്തിലെ നിധികളും രഹസ്യത്തിലെ ധനശേഖരവും നിനക്ക് തരുമെന്ന് അമ്മ എന്ന് പ്രാർത്ഥിക്കുന്നു. കാര്യം ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ അമ്മ വേറെ ഉടമ്പടിയിലാണ്, പക്ഷേ ഞാൻ വീക്കായിട്ടുള്ള സമയത്തൊക്കെ അമ്മ മതം പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയാണ് ഉറപ്പിച്ച് പറയുന്നില്ല, അതിനുള്ള മാർഗ്ഗം എന്തെങ്കിലും വരും. അപ്പോൾ എനിക്കറിയാം ലോജിക്കലി മാർഗ്ഗമൊന്നും ഇല്ല. പക്ഷേ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ചെറിയ ക്ലാസ്സിൽ എപ്പോഴോ എന്തെങ്കിലും പഠിച്ചിരുന്നപ്പം എൻ്റെ പേരിൽ അച്ചാച്ചൻ എടുത്തിരുന്ന മെറ്റ് ലൈഫിൻ്റെ ഒരു പോളിസി അത് തുറന്ന് കംപ്ലീറ്റ് ആക്കിയെന്ന് പോലും ഞങ്ങൾക്ക് ഓർമ്മയില്ല. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചിട്ട് അതിൽ അന്ന് കൊടുത്തിരുന്ന ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് അവർ പറയാണ് ഇങ്ങനെ ക്യാഷ് ആയിട്ടുണ്ട്, ഐഡൻറ്റിറ്റി രേഖകളുമായി വന്ന് കളക്ട് ചെയ്യുക. അപ്പോൾ അത് ഞാൻ വന്നു കളക്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്ന എത്രയാണോ അതിനേക്കാൾ കൂടുതലൊരു തുക, ആദ്യം എന്ന് പറഞ്ഞിരുന്നൊരു തുക ആണ് അമ്മ ഇവിടെ കരുതി വെച്ചിരുന്നത്. പിന്നെ അത് കോളേജിൽ നിന്ന് ഉള്ള സമയത്ത് അതിനേക്കാളും തുക കുറയ്ക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ബാക്കി മാസത്തിലുള്ള എനിക്ക് വേറെ ഉള്ള ചിലവുകളും എല്ലാം കരുതാൻ വേണ്ടി എന്നുള്ള രീതിയിൽ കരുതി അത് വെച്ചിരുന്നു. അപ്പം പിന്നെ അതുപോലെ ലാസ്റ്റ് എൻ്റെ എക്സ്റ്റൻഷൻ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടായിരുന്നു എക്സാം വരുന്നത്. അപ്പോൾ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഈ എക്സാമിന് തൊട്ട് മുമ്പ് എല്ലാ സാധനങ്ങളും, അതായത് 3-4 വർഷമായിട്ടൊരു വീട് പോലെ ജീവിക്കുക, എല്ലാമായിട്ട് എനിക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ആരുമില്ല. എനിക്ക് ഒരു രീതിയിൽ അത്രയ്ക്ക് സ്ട്രെസ് അനുഭവിച്ച ഒരു സമയം. എല്ലാ ദിവസവും ഇവർ വിളിച്ചിട്ട് മാറണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഞാനത് അമ്മ ഏൽപ്പിച്ചു. ഇവിടെ വന്ന് ബ്ലെസ്സിങ് പ്രെയറും അത് എഴുതിയിട്ടുള്ളത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ പിന്നെ സ്ട്രെസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഒരു ദിവസം എൻ്റെ റൂംമേറ്റായിട്ട് വേറെ കുട്ടിയുണ്ട്, അവളുടെ അവിടെ താമസിക്കുന്നില്ലായിരുന്നു, അവൾക്ക് ഫാമിലി ഉള്ളതുകൊണ്ട് അവൾ പുറത്ത് നിൽക്കുക, കുഞ്ഞുള്ളതുകൊണ്ട്. അപ്പോൾ ഇവളെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് പഠിക്കാൻ വേണ്ടി അങ്ങോട്ട് ആ റൂമിൽ വരണം. അപ്പോൾ അങ്ങനെ ഒരാളില്ല, എനിക്ക് റൂംമേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിയണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ എനിക്ക് സമാധാനത്തിനുള്ള മാർഗ്ഗം കർത്താവ് തുറന്നു തന്നെ. ആ കുട്ടി അവിടെ റൂംമേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവൾ തന്നെ കോളേജിൽ കോൺടാക്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ കുട്ടി അവിടെ റൂംമേറ്റ് ആയിട്ടുള്ളപ്പോൾ എനിക്ക് മാറേണ്ട എക്സാം വരെ ഒന്ന് നിൽക്കാം, അവളുടെ ഇതിൽ നിൽക്കാം, വേറൊരാളങ്ങോട്ട് വരില്ല. എനിക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നില്ല. ആ അവസ്ഥയിൽ അങ്ങനെ ഇതിൻ്റെ വന്നു. തീസിസ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്തിന് ഒരാൾ ഹെൽപ്പ് ചെയ്യുന്നില്ലായിരുന്നു ഒത്തിരി ഇതിൻ്റെ കൊണ്ട്. മാത്രമല്ല അവർ ചിലപ്പോൾ എനിക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുമ്പോൾ എനിക്കത് മനസ്സിലാവുന്നില്ല, ഞാൻ സ്ലോ ആണ് പിക്ക് ചെയ്യാൻ വേണ്ടി. അപ്പം ഞാനിങ്ങനെ പിന്നെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ സ്ക്രീനിൻ്റെ പകുതിയിൽ യൂക്കാരിസ്റ്റ് അഡറേഷൻ, അതായത് നിത്യാരാധന തുറന്നു വെച്ചിട്ടാണ് ഈശോയുടെ ഒരു പ്രസൻസ് ചെയ്യുന്നതാണ് പഠിക്കാനുള്ളതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ വന്നിട്ട് എൻ്റെ കൂട്ടത്തിലുള്ളൊരു കോപ്പി കാത്തലിക്കാണ്. അപ്പോൾ അവൻ വന്നിട്ട് പറഞ്ഞു എന്നാൽ പിന്നെ കർത്താവ് അങ്ങ് ചെയ്തു തന്നോളൂ. ഞാൻ ഇത് പറഞ്ഞ് എനിക്ക് മനസ്സിലായി, അവിടെ നിന്ന് ആരും പറഞ്ഞില്ല. അപ്പോൾ കർത്താവ് മാത്രമല്ല, ഞാനങ്ങ് കരയുന്ന അവസ്ഥയിൽ പെട്ടെന്ന്. പക്ഷേ എൻ്റെ അനിയത്തി അവൾ ഓൾറെഡി PG കഴിഞ്ഞായിരുന്നു.
അവളെ ഇങ്ങനെ വിളിക്കാൻ തോന്നി. അപ്പോൾ അവൾ പറഞ്ഞു ചേച്ചി ഇതെല്ലാം അയച്ചു നിൽക്കുക, ഞാനത് റെഡിയാക്കി തരാം. അവൾ ഇതെല്ലാം റെഡിയാക്കി എനിക്ക് ബാക്കിയാക്കി തന്നു. അപ്പോൾ അതുപോലെ അന്ന് എൻ്റെ പോലും അല്ലാത്തൊരു ഇൻറ്റേൺ നേരത്തെ കഴിഞ്ഞിട്ട് പോയാണ്. ആ കുട്ടി ഇങ്ങനെ വെറുതെ വന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അവൾ പറഞ്ഞു ബാക്കി ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. പക്ഷേ അവളുടെ സഹായം എടുക്കേണ്ടി വന്നില്ല. ഇതുപോലെ ഇപ്പോഴത്തെ കർത്താവ് ഇരുന്ന് കർത്താവ് ചെയ്തു തരുമെന്ന് പറഞ്ഞ പോലെ എൻ്റെ കാര്യങ്ങളെല്ലാം കർത്താവ് ചെയ്തു തന്നു. വേറെ എക്സാം ബയോസ്റ്റാറ്റിക്സിൻ്റെ ഇങ്ങനെ പി ജിയുടെ ആ 3 വർഷങ്ങളെന്ന് പറയുമ്പം തുടരെ ഇങ്ങനെ കടമ്പകൾ മാത്രമാണ്. പക്ഷെ അതിലെല്ലാം കൂടെ ഇരുന്നിട്ടുണ്ട്. ബയോസ്റ്റാറ്റിൻ്റെ എക്സാമിന് ഇരിക്കുമ്പോൾ ഞാൻ അവസാനം അമ്മയോട് പറഞ്ഞു, അമ്മ ഇതിൻ്റെ അപ്പുറം എനിക്ക് പഠിക്കാൻ പറ്റില്ല, ഇതിനെ ഇത് പാസ്സാക്കിയിട്ടേ പറ്റുള്ളൂ, എനിക്ക് നിവൃത്തിയില്ല, എനിക്കിത് കൂടുതൽ പഠിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല ഞാൻ നിൽക്കുന്നത്. പക്ഷേ അതിൽ എല്ലാ ഇതിനും കൂടെ ഇരുന്ന് ഇതെങ്ങനെയാണെന്നുള്ളത് പറയാൻ പറ്റില്ല. അതുപോലെ തെറ്റാണെന്നൊക്കെ ഓരോന്നിനും നമുക്ക് ഈ ഉടമ്പടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഓരോ കാര്യത്തിലും കൂട്ടത്തിലുള്ളൊരു സാന്നിധ്യമാണ്. ഇങ്ങനെ ഇപ്പം ഉടമ്പടി ഉപ്പിൻ്റെ ഇത് മിക്സ് ചെയ്താണ് പറയുന്നത്. പക്ഷേ ക്ഷമിക്കണം, ഞാൻ വെള്ളം കയറുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ മീൻ കൃഷി ഉണ്ടായിരുന്നു. അപ്പം മീനുകളെല്ലാം പോയി. പക്ഷേ അന്നേരം വിശ്വാസപ്രമാണം ചൊല്ലി ഈ ഉപ്പ് അവിടെ ഇട്ടപ്പോഴത്തേക്കിനും 2-3 ദിവസം കഴിഞ്ഞ് മട പോയി ഇങ്ങനെ പുറത്തേക്ക് ആറ്റിലേക്ക് പോയ മീൻ അവിടേക്ക് തിരിച്ചു വന്നു. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു നമുക്ക് ആലോചിക്കുമ്പോഴത്തേക്കിനും ഇങ്ങനെ ശരിക്കും കർത്താവ് കൂടെ നടക്കുന്നു എന്നുള്ള പോലത്തെ ഇതാണ്. ഞങ്ങളുടെ നോയമ്പിൻ്റെ പ്രയറിൽ ഉച്ചയ്ക്ക് ഇങ്ങനെ ഒരു ഇത് പറയും, ഈശോ ഭരണവനും നോമ്പാൽ ഉപവാസത്താലും സൂര്യനെയും ചന്ദ്രനെ വിലക്കി ടൈം അവിടെ സ്റ്റോപ്പ് ചെയ്തു തന്നു. അമ്മ ടൈം ധൃതിയിലാക്കേണ്ടപ്പം അതായത് 2021 ബാച്ചിലാണ് ഞാൻ 2022 കയറിയത്. അങ്ങനത്തെ ഷോർട്ടനിങ് ഉണ്ടായിട്ടുണ്ട്. നിർത്തി വെക്കേണ്ടേ ഞാൻ റെഡിയാകുന്ന വരത്തേക്കിനും തീസിസിൻ്റെ ഓരോന്നിൻ്റെ വർക്ക് ഇങ്ങനെ ഓരോന്നും അവിടെ ഹോൾട്ട് ചെയ്ത് നിർത്തിയിട്ടുമുണ്ട്, ഞാനും കൂടെ റെഡിയാവുന്നവരെ. അങ്ങനെ ഈ ഒരു ബാക്കി എല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് ഈശോയുടെയും അമ്മയുടെ ഒരു പ്രസൻസ് ആണ് വിലമതിക്കുന്നത്. അതിൽ തന്നെ തുടരാൻ കോട്ടയത്താണ് ഞങ്ങളുടെ വീട്. വൈഫിൻ്റെ പേര് മിനി വർഗീസ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ മാനേജറാണ്. ഞാൻ റെയിൽവേയിൽ ജോലി ചെയ്യുന്നു. ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് തൃശ്ശൂരാണ്. 2019 ഏപ്രിൽ 24 ഞങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഈ ഉടമ്പടി എടുക്കാനായിട്ട് ഈ ദിവ്യമണ്ണിലേക്ക് ഇറങ്ങി അന്ന് തുടങ്ങി ഞങ്ങൾക്ക് ദൈവാനുഗ്രഹം കൊണ്ട് മാതാവിൻ്റെ കൃപയാൽ നിരവധിയായ അനുഗ്രഹങ്ങളും കൃപകളും ഞങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇതിനു മുമ്പ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് വളരെ റീസെൻ്റായിട്ട് ദൈവമാതാവിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുവാനാണ് ഞങ്ങളിപ്പോൾ എത്തിയത്. എനിക്ക് അതികഠിനമായ പനി ബാധിച്ച് ഒരു വൈകുന്നേരം അതികഠിനമായ പനിയും ദേഹാസ്വസ്ഥതയും ഉണ്ടായി. ആ സമയത്ത് ആശുപത്രിയിലേക്ക് പോകുന്നതിനെക്കുറിച്ചാണ് ആദ്യം ആലോചിച്ചത്. പക്ഷേ എൻ്റെ ഭാര്യ മിനി ആശുപത്രിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ദൈവമാതാവിൻ്റെ തൈലവും ഉണ്ട്. വിശ്വാസത്തോടെ വിശ്വാസപ്രമാണം ചൊല്ലി വിശുദ്ധ തൈലം ഔഷധമായിട്ട് എൻ്റെ ദേഹത്തും നെറ്റിയിലും പുരട്ടിയതിന് ഫലമായിട്ട് ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ എല്ലാ അസ്വസ്ഥതകളും മാറി. ദൈവമാതാവിന് നന്ദി. കൂടാതെ ഞാൻ റെയിൽവേയിലെ ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഒരു ചെറിയൊരു സ്വഭാവം, എന്നോട് ആര് സഹായം ചോദിച്ചാലും എനിക്ക് പറ്റാവുന്ന സഹായങ്ങൾ ആണെങ്കിൽ പോലും ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ പോലും ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ റെയിൽവേയുടെ റിസർവേഷൻ ഓഫീസർ ജോലി ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ടിക്കറ്റ് വളരെ അത്യാവശ്യമായിട്ട് സാറേ എങ്ങനെയെങ്കിലും ഒരു ടിക്കറ്റ് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാനത് എന്തെങ്കിലും അവൈലബിലിറ്റിയിൽ നിന്ന് നമ്മൾ നോക്കിക്കൊണ്ട് ചിലപ്പോൾ വേറെ ഏതെങ്കിലും സീനിയർ സിറ്റിസൻ്റെ കോട്ടയോ അത് ലേഡീസ് കോട്ടയോ അങ്ങനെ ഏതെങ്കിലും ബെർത്തുകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അവരെ സഹായിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മാസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് ഒരു 3 ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തു. ഈ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തപ്പോൾ ഞങ്ങളുടെ നിയമം അനുസരിച്ച് ഈ ടിക്കറ്റുകൾ ഞങ്ങളുടെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഹോൾഡ് ചെയ്യാനുണ്ടായ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് മുഴുവൻ പൈസയും റെയിൽവേക്ക് അടയ്ക്കാനുള്ള പൈസ അദ്ദേഹത്തിൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ പൈസ ആയിട്ട് വരുമ്പോൾ എനിക്ക് ടിക്കറ്റ് തന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങേര് ഉദ്ദേശിച്ചത് 2 ദിവസം കഴിഞ്ഞിട്ട് വന്ന് എൻ്റെ കയ്യിൽ നിന്ന് ടിക്കറ്റ് കളക്ട് ചെയ്യാനാണ്. പക്ഷേ ഞങ്ങൾക്ക് കൗണ്ടർ ക്ലോസ് ചെയ്യുമ്പോൾ ഈ പൈസയും എല്ലാം കറക്റ്റായിരിക്കണം. പക്ഷേ ഇദ്ദേഹം വീട്ടിൽ ചെന്നിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, ഇപ്പം എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായില്ല, ഞാനതുകൊണ്ട് തിരിച്ചിങ്ങ് പോന്നു, സാറത് കയ്യിൽ നിന്ന് വെച്ചിട്ട് ടിക്കറ്റ് തരുമ്പോൾ പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ടിക്കറ്റ് ഞാൻ എൻ്റെ കൈവശം വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഓഫീസ് ഇൻസ്പെക്ഷന് ഞങ്ങളുടെ ഓഫീസർ വന്നു. ഓഫീസർ വന്നു കഴിയുമ്പോൾ ഈ ടിക്കറ്റ് എൻ്റെ ഓഫീസിലിരിക്കുന്നതും അദ്ദേഹം അത് പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ റെയിൽവേ നിയമം അനുസരിച്ച് വലിയൊരു തെറ്റാണത്. നമ്മളെ ഓൺ ദി സ്പോട്ടിൽ ഡിസ്മിസ് ചെയ്യാനോ സസ്പെൻഡ് ചെയ്യാനോ ഒക്കെയുള്ള അധികാരമുള്ള ആളാണ് ഈ ടിക്കറ്റ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അവസ്ഥയിൽ എനിക്ക്
പെട്ടെന്ന് അദ്ദേഹത്തോട് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല. അപ്പോൾ ഞാൻ ദൈവമാതാവിനെ മുറുകെ പിടിച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഈ അവസ്ഥയിൽ എനിക്ക് ഇതിൽ നിന്നൊരു മോചനം അല്ലെങ്കിൽ ഇതിനെ എന്നെ രക്ഷപ്പെടുത്തണേ എന്നുള്ള മുട്ടിപ്പായിട്ടൊന്ന് പ്രാർത്ഥിച്ച് അടുത്ത ദിവസം തന്നെ എന്നെ ഞങ്ങളുടെ ഡിവിഷണൽ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറഞ്ഞു. അവിടെ സാധാരണഗതിയിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ആ ഓഫീസർ എല്ലാവരെയും ചാടിക്കടിച്ച് നമ്മൾ ഭയങ്കര ഷോർട്ട് ചെയ്യുന്നൊരു ഓഫീസറാണ്. പക്ഷേ ഞാൻ കാശ് രൂപവും ഉപ്പുമായിട്ടാണ് പോയിരുന്നത്. പക്ഷേ കാശ് രൂപത്തിൽ പിടിച്ച് ഓഫീസറെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അകത്ത് ഇടുകയും അദ്ദേഹത്തോട് എൻ്റെ കാര്യം പറയുകയും ചെയ്തു. വളരെ സൗമനസ്യമായിട്ട് അദ്ദേഹം യാതൊരു പ്രകോപനവും കൂടാതെ ഞാൻ പറഞ്ഞ് കേൾക്കുകയും അദ്ദേഹം ആ കേസ് ഇനി മേലാൽ ആവർത്തിക്കരുത്, ഇത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നുള്ള ഉപദേശം നൽകി ആ കേസിൽ നിന്ന് എന്നെ വളരെ ചെറിയൊരു ശിക്ഷ നടപടിയായിട്ട് എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹത്താൽ സാധിച്ചു തന്നു. അത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി. കൂടാതെ ഞങ്ങൾ ഭവനമില്ലാതെ വേദനിക്കുന്ന ഒരു കുടുംബത്തെ സഹായിക്കണം എന്നൊരാഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾ 2019 തുടങ്ങി ഉടമ്പടിയിലുള്ളവരായതുകൊണ്ടും പിന്നെ ഞങ്ങളിങ്ങനെ ചെറിയ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാനായിട്ടുള്ള താല്പര്യവും കാണിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് പലപ്പോഴും അവർക്ക് മരുന്ന് മേടിക്കാൻ പൈസയില്ല, അതല്ലെങ്കിൽ ഇങ്ങനെ വാടക കൊടുക്കാൻ പൈസയില്ല എന്ന് കൂടുമ്പോൾ ഞങ്ങൾ കുറേ കാലമായിട്ട് അവർക്ക് വാടക ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് വാടക കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ ആലോചിച്ചു ഇവർക്ക് സ്വന്തമായിട്ടൊരു ഭവനം വാങ്ങിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങളൊരു ചെറിയൊരു 3 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ ഒരാൾക്ക് അഡ്വാൻസായിട്ട് 1 ലക്ഷം രൂപ കൊടുത്തു. ഈ 1 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ 6 മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ആധാരവും നടക്കുന്നില്ല, സ്ഥലവും കിട്ടുന്നില്ല. ഈ അവസ്ഥയിൽ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഈ പൈസയാണെങ്കിലും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള കൃപ തരണേ. അപ്പോൾ 1 ലക്ഷം രൂപ അത്രയും ചെറിയൊരു എമൗണ്ട് അല്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ മാതാവിനോട് അത് മുട്ടിപ്പായിട്ടൊന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഒരു 80,000 രൂപ ഞങ്ങൾക്ക് അദ്ദേഹം തിരിച്ചു തന്നു. ബാക്കി പൈസ കിട്ടിയില്ല. അത് കിട്ടുമെന്ന് തന്നെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ കിട്ടുമെന്ന് തന്നെ ഞങ്ങൾ ആശിക്കുന്നു. കൂടാതെ ഞങ്ങൾ ഈ കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതനുസരിച്ച് ഞങ്ങൾ അന്വേഷിച്ചു. അവർക്ക് ഞാനും ഭാര്യയും എൻ്റെ 2 മക്കളും ജോലിയുള്ളവരാണ്. അപ്പോൾ അവരോടൊക്കെ ഞങ്ങൾ ആലോചിച്ചു നമുക്ക് കുടുംബത്തെ സഹായിക്കണം എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ ഞങ്ങൾ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തു. ഞങ്ങൾ തീരുമാനിച്ചത് ഒരു 8 ലക്ഷം രൂപയ്ക്ക് ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു വീട് പണിത് അല്ലെങ്കിൽ വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അപ്പോൾ അത് വെച്ച് ഞങ്ങൾ മാതാവിനോട് നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ കുടുംബത്തിന് അവർക്ക് യോജിച്ച അവരുടെ സ്ഥലത്ത് തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട അവരുടെ ദേവാലയത്തോട് ചേർന്ന് തന്നെ അവർക്ക് ദേവാലയത്തിൽ എല്ലാ ദിവസവും പോയി കുർബാന കാണാവുന്ന അത്രയും അടുത്ത് ദൈവമാതാവിൻ്റെ കൃപയാൽ അവർക്ക് നല്ലൊരു ഭവനം വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് ഭവനം നൽകി ദൈവമാതാവ് അനുഗ്രഹിച്ചു. കൂടാതെ അതിൻ്റെ ഏറ്റവും ഞങ്ങൾ പ്രതീക്ഷിച്ച അതേ തുകയ്ക്ക് തന്നെ മാതാവ് അത് നടത്തി തന്നു എന്നുള്ളതാണ്. 1 രൂപ പോലും ഞങ്ങൾക്ക് കൂടുതൽ കണ്ടെത്തേണ്ടി വന്നില്ല, 1 രൂപ പോലും ഞങ്ങൾക്ക് കുറയ്ക്കേണ്ടി വന്നില്ല. അത്രയും കൃത്യമായിട്ട് അതിൻ്റെ ഒപ്പം തന്നെ വെച്ചാൽ ഞങ്ങൾ ആദ്യം കണ്ടുപിടിച്ച സ്ഥലം അവർക്ക് യോജിച്ചതല്ല എന്ന് മാതാവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. അത് അവർക്ക് താമസയോഗ്യമല്ലാത്ത സ്ഥലമാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സ്ഥലത്തിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി മാതാവ് ഞങ്ങളെ തട്ടി മാറ്റിയതാണ്. അപ്പോൾ ഇപ്പോൾ അവർക്ക് യോജിച്ച ദൈവമാതാവ് അനുഗ്രഹിച്ച ഒരു സ്ഥലമാണ് ഇപ്പോൾ അവർക്ക് കിട്ടിയത്. അവർക്ക് ആ ഭവനം ഞങ്ങൾ കൊടുത്തു. അതിനൊരു കൃപ നൽകിയ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. കൂടാതെ ഇനി എൻ്റെ വൈഫിനുണ്ടായ കൃപകളാണ്. വൈഫ് ഞങ്ങൾ ഉടമ്പടിയിൽ പുതുക്കുമ്പോൾ ആത്മീയ വളർച്ചയാണ് ഞങ്ങൾ കൂടുതൽ ആഗ്രഹിച്ചെഴുതാറ്. അതുകൊണ്ട് ഭൗതിക നിയോഗങ്ങൾ അധികം ഞങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളിൽ വയ്ക്കാറില്ല. ആത്മീയമായിട്ട് ഞങ്ങളെ ഒത്തിരിയേറെ കർത്താവ് വളർത്തിയിട്ടുണ്ട്. കാരുണ്യപ്രവൃത്തി ചെയ്യാനും പ്രേക്ഷിത വേല ചെയ്യാനും ഒരുപാട് കർത്താവ് ഞങ്ങളെ ഉയർത്തി. പരിശുദ്ധാമ്മ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. ഞങ്ങൾ പള്ളിയിൽ പോകാൻ മടിയുള്ളവരായിരുന്നു. പക്ഷേ ദിവസവും പള്ളിയിൽ പോയി കുർബാന കാണുവാനും അടിക്കടി കുമ്പസാരിക്കുവാനുമുള്ള കൃപ കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കി തന്നു. എൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് 2024 ട്രാൻസ്ഫർ കിട്ടിയ ബ്രാഞ്ച് അതികഠിനമായ ജോലി ബാധ്യതയുള്ളൊരു ബ്രാഞ്ചായിരുന്നു. എനിക്ക് വൈകിട്ട് വളരെ ലേറ്റായിട്ട് പുറപ്പെട്ടാലും എൻ്റെ ജോലികൾ തീർത്തിട്ടോ ഒരു സംതൃപ്തിയോടെ ആയിരിക്കില്ല ഞാൻ പോന്നിരുന്നത്.
ഞാൻ ഓരോ ദിവസവും എണ്ണിയാണ് ബ്രാഞ്ചിൽ പോയിക്കൊണ്ടിരുന്നത്. ഒരു വർഷം മിനിമം അവിടെ വർക്ക് ചെയ്താൽ മാത്രമേ ട്രാൻസ്ഫർ സാധ്യമാകുമായിരുന്നുള്ളൂ. ഞാൻ ഒരിക്കലും ട്രാൻസ്ഫർ എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുമില്ല. അത് നിയോഗം വെച്ചില്ല. അത് കർത്താവിനോട് ചോദിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ചോദിച്ചില്ല. പക്ഷേ അത്ഭുതകരമായിട്ട് മാതാവിൻ്റെ ഇടപെടലിലൂടെ ഈശോ എന്നെ തൊട്ടടുത്തുള്ള വളരെ സൗകര്യപ്രദമായ ഒരു ബ്രാഞ്ചിലേക്ക് എന്നെ മാറ്റി തരികയും കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം എന്നിൽ ഉറപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല അതിനുശേഷം ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ കുറച്ച് ദൂരെയുള്ള മറ്റൊരു ബ്രാഞ്ചിലേക്ക് ഡെപ്യൂട്ടേഷനായിട്ട് പോകാമോ എന്ന് എന്നോട് തന്നെ എൻ്റെ HR മാനേജരും ഞങ്ങളുടെ റീജിയൻ മാനേജരും ചോദിക്കുകയും എനിക്ക് ശാരീരികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് ആ ബ്രാഞ്ചിൽ പോകാൻ. നല്ല ദൂരമുണ്ട്, എനിക്ക് പരിചയക്കുറവുണ്ട്. അവിടുത്തെ ബ്രാഞ്ച് മാനേജർ മെറ്റേണിറ്റി ലീവിലാണ്. അപ്പോൾ അവിടെ പകരം ഒരാൾ പോകാനില്ല. അപ്പം മാഡം പോകുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോകാം എന്ന് പറഞ്ഞു. എനിക്ക് യാതൊരു അറിവും ആ സ്ഥാനത്തെപ്പറ്റി ഉണ്ടായിട്ടല്ല. അതെനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് യാതൊരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. പക്ഷെ കർത്താവിൽ ആശ്രയിച്ച് ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് സത്യത്തിൽ ലോൺ പ്രോസസ്സിങ് ഞാൻ അധികം ചെയ്ത പരിചയം എനിക്കില്ല. പക്ഷേ അവിടെ ചെന്നപ്പോൾ എന്നെ കാത്തിരുന്നത് പെൻഡിങ്ങുള്ള നെൽകർഷകരുടെ ഒരു 100ഓളം ലോൺ 100-150ഓളം ലോൺ അപേക്ഷകളാണ്. എനിക്ക് മുൻപരിചയമില്ലാത്തൊരു മേഖല. പക്ഷെ ദൈവകൃപയാൽ നിശ്ചിത സമയപരിധി കൊണ്ട് എനിക്കത് പൂർത്തിയാക്കാനായിട്ട് കർത്താവ് എനിക്ക് കൃപ നൽകി. മാത്രമല്ല ആ 3 മാസങ്ങൾക്ക് ശേഷം എന്നെ പുതിയൊരു ബ്രാഞ്ചിലേക്ക് എൻ്റെ ട്രാൻസ്ഫർ ഡ്യൂ ആയി. ആ റീജിയനിൽ നിന്ന് ഞാൻ മാറി അടുത്ത റീജിയനിലാണ് പിന്നെ ഞാൻ വർക്ക് ചെയ്യേണ്ടത്. എനിക്ക് പുതിയൊരു ബ്രാഞ്ചിലേക്ക് മാറ്റം കിട്ടി. അവിടെ ഞാൻ ബ്രാഞ്ച് മാനേജറായിട്ടാണ് എനിക്ക് പോസ്റ്റിംഗ് വന്നത്. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കർത്താവിനെ ഒരുക്കുകയായിരുന്നു എന്ന്. ഞാനവിടെ ചെന്നപ്പോൾ ഞാൻ ഇതേ കൃഷിക്കാരുടെ 200ഓളം വായ്പ അപേക്ഷകൾ അവിടെ കെട്ടിക്കിടക്കുകയാണ്. സത്യത്തിൽ ഈ 3 മാസത്തെ പരിചയം എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാനിത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുമായിരുന്നു എന്ന് എനിക്ക് ഊഹിക്കാൻ പോലും സാധിക്കുന്നില്ല. അപ്പോൾ എന്നെ കർത്താവ് എന്നെ പരിശീലിപ്പിക്കുകയായിരുന്നു എന്ന് എനിക്കപ്പോൾ മനസ്സിലായി. ദൈവകൃപയാൽ ആ അപേക്ഷകളുടെ 180-180ഓളം അപേക്ഷകൾ ഞങ്ങൾ പൂർത്തിയാക്കി കർഷകർക്ക് അധികം വൈകിക്കാതെ പൈസ കൊടുക്കാനും അവർക്കൊരാശ്വാസം കൊടുക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു. മാത്രമല്ല ഞാനൊരു ഓഫീസർ എന്ന നിലയിൽ ഏറ്റവും ഭയപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായ കാര്യങ്ങളാണ് കർത്താവ് എപ്പോഴും എനിക്ക് തരുന്നത്. പ്രത്യേകമായിട്ട് ഓഡിറ്റിംഗ് അതികഠിനമായിരിക്കും. രാത്രി 11 മണി വരെ നമ്മൾക്ക് പലപ്പോഴും ജോലി ചെയ്യേണ്ടി വരും. തുടർച്ചയായ 10ഓളം ദിവസം ഇങ്ങനെ തന്നെയായിരിക്കും അവസ്ഥ. അത് കഴിഞ്ഞ് അതിൻ്റെ കംപ്ലയിൻസ് വർക്ക്, ഇതെല്ലാം എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ജോലികളാണ്. പക്ഷേ എൻ്റെ പുതിയ ബ്രാഞ്ചിൽ ഞാൻ ചെന്നപ്പോൾ എന്നെ കാത്തിരുന്നത് ഇതേ ഓഡിറ്റിംഗ് ആയിരുന്നു. ഞാൻ ചെന്ന 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ കൃത്യം ഓഡിറ്റിംഗ് തുടങ്ങി. ദൈവകൃപയാൽ അതികഠിനമായിരുന്നു എനിക്ക് ആ സമയമെങ്കിലും അത് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു. ഇപ്പോൾ അതിൻ്റെ കംപ്ലയിൻസ് കൊടുക്കാൻ അതിനേക്കാൾ ഞാൻ ഭയപ്പെടുന്നതാണ്. പക്ഷെ കർത്താവ് എന്നെ ആ കഠിനമായ പരിശീലനത്തിലൂടെ എന്നെ കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതെന്നെ ആത്മീയമായിട്ട് നന്നായിട്ട് വളർത്തുന്നുണ്ട്. കർത്താവിലുള്ള ആശ്രയത്വം എന്നിൽ നന്നായിട്ട് വളർത്തുന്നുണ്ട്. അതിന് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മ എന്നെ കർത്താവിലേക്ക് അടുപ്പിക്കാനായിട്ട് തരുന്നതാണിതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുപോലെ എൻ്റെ മക്കളെയും എൻ്റെ ജീവിത പങ്കാളിയെയും കർത്താവിലേക്ക് കൂടുതൽ അടുപ്പിക്കാനായിട്ട് ഞങ്ങളുടെ ഈ ഉടമ്പടി സഹായിക്കണമേ എന്ന് ഞാൻ കർത്താവിനോട് പരിശുദ്ധ അമ്മ വഴി അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് സാക്ഷ്യങ്ങളുണ്ട്, അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവരെ കൂടെ കൊണ്ടുവരാൻ സാധിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ആ സാക്ഷ്യങ്ങൾ ഇവിടെ പറയാൻ സാധിക്കില്ല. ഞങ്ങളുടെ കുടുംബത്തിലെ മക്കൾ മറ്റു മക്കളും ഞങ്ങൾ വഴി ഉടമ്പടിയിലേക്ക് വരാനിടയായിട്ടുണ്ട്. അവർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആർക്കെന്തെങ്കിലും രോഗബുദ്ധിമുട്ട് പറഞ്ഞാൽ ഞാനൊരു അവരുടെ സൂപ്പർവൈസറാണെന്ന് ഓർക്കാതെ ഞാൻ അവർക്ക് മുന്നിൽ മുട്ടിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ രോഗാവസ്ഥയുള്ളിടത്ത് വിശുദ്ധ തൈലം പരട്ടി കൊടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അവർക്ക് സൗഖ്യം കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കണ്ണിൽ. പക്ഷേ സാക്ഷ്യപ്പെടുത്താൻ അവരെന്നോട് സാക്ഷ്യം പറയാത്തതുകൊണ്ട് എനിക്ക് സാധിക്കില്ല. മാത്രമല്ല അവരിവിടെ വരാൻ തയ്യാറാകാതെ ആ സാക്ഷ്യങ്ങളൊന്നും എനിക്ക് പറയാൻ നിവൃത്തിയില്ല. പക്ഷേ എനിക്ക് ഓരോ ദിവസവും എനിക്കറിയാം ഞാൻ ഈ ഇവിടെ എൻ്റെ കസേരയിലിരിക്കുമ്പോൾ കർത്താവാണ് എൻ്റെ കസേരയിലിരിക്കുന്നത്. കർത്താവിൻ്റെ മുന്നിൽ വെറുമൊരു
ദാസിയായി ഞാൻ നിൽക്കുകയാണ്. കർത്താവിനെ വഴി നടത്തണം. എൻ്റെ ബ്രാഞ്ചിനെ കർത്താവാണ് ഭരിക്കുന്നത്, കർത്താവാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ബോധ്യത്തിൽ ഓരോ ദിവസവും ഞാൻ മുന്നോട്ട് പോകുന്നു. അതുപോലെ എൻ്റെ മുന്നിൽ വരുന്ന ഓരോ മനുഷ്യരിലും അവരുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ ഈശോയെ കൊടുക്കാനൊരു മാർഗം എൻ്റെ മുന്നിൽ തെളിഞ്ഞു കിട്ടുന്നതായിട്ട് എനിക്ക് മനസ്സിലാവും. അവരിലേക്ക് ഞാൻ കൃപാസനത്തിലെ പത്രം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പത്രം കൊടുക്കും. ഉറപ്പായിട്ടും പോയി ഉടമ്പടി എടുക്കണം, നിങ്ങളുടെ കടബാധ്യത മാറും. ഒരുപക്ഷെ നിങ്ങൾക്ക് ലോൺ തരാൻ എനിക്ക് സാധിച്ചില്ല എന്ന് വരാം. പക്ഷേ കർത്താവ് നിങ്ങളുടെ കടത്തിന് പരിഹാരം തരും, നിങ്ങളുടെ കുടുംബത്തിലെ വിഷയങ്ങൾക്ക് പരിഹാരം തരും. ഞാൻ എൻ്റെ മുന്നിൽ വരുന്നവരോട് വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിക്കും. അത് ആർക്കും ഇഷ്ടപ്പെടില്ല പൊതുവെ എന്നാണ് വെപ്പെങ്കിലും എനിക്കത് ചോദിക്കണമെന്ന് തോന്നും. കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോൾ നമ്മുടെ സങ്കടങ്ങൾ കുറയുമെന്നും അതിന് പരിഹാരം കിട്ടുമെന്നുമുള്ള ഒരു ബോധ്യം കർത്താവ് അമ്മയിലൂടെ എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിക്കാൻ ശ്രമിക്കാറുണ്ട്. അവരുടെ സങ്കടങ്ങൾ പരിഹാരമായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധി ഞാൻ ചൂണ്ടിക്കാണിക്കാറുമുണ്ട്. എനിക്ക് കർത്താവിന് കൊടുക്കാനുള്ളൊരു തീക്ഷ്ണത എനിക്കിപ്പോഴുണ്ട്. എവിടെയാണൊരു അവസരം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയെപ്പറ്റി പറയാൻ, അമ്മ ആരാണെന്ന് പറയാൻ, അവരവസരം എന്താണെന്ന് ഞാൻ നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ എന്നെ ആത്മീയമായിട്ട് കൂടുതൽ വളർത്തണമെന്ന് ഞാൻ ഈശോയുടെ പരിശുദ്ധ അമ്മ വഴി അപേക്ഷിക്കുന്നു. എൻ്റെ കുടുംബത്തിലെ ഓരോ മക്കളെയും, എൻ്റെ ജീവിത പങ്കാളിയുടെയും എൻ്റെയും കുടുംബത്തിലെ എല്ലാ മക്കളെയും ഉടമ്പടിയിലേക്ക് കൊണ്ടുവരണമെന്ന പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. അതുപോലെ ഒരു ചെറിയ കാര്യം, എനിക്ക് ശാരീരികമായ സാക്ഷ്യങ്ങളെ അത്ര വലുതായിട്ട് കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഞാൻ ചോദിക്കാതെ തന്നെ പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് വാങ്ങിച്ചു തന്ന മറ്റൊരു ചെറിയ സാക്ഷ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ചെറുപ്പം തൊട്ട് ട്രാവൽ സിക്നസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ യാത്ര ചെയ്താൽ അരമണിക്കൂർ ബസ് യാത്ര ചെയ്താൽ പോലും എനിക്ക് ഭയങ്കരമായ തലവേദന ഉണ്ടാകും, തല ചുറ്റലുണ്ടാകും, പിന്നെ ഒരു പാതി മയക്കത്തിൽ പോലെയായിരിക്കും. പിന്നെ ഞാൻ രാവിലെ ആണെങ്കിൽ വൈകുന്നേരം വരെ എനിക്ക് ബോധമില്ലാത്ത പോലെ ഒരു അവസ്ഥയായിരിക്കും. എനിക്ക് ജോലിയിൽ ശ്രദ്ധ കിട്ടില്ല, ചെയ്യുന്നതിൽ തെറ്റുകൾ സംഭവിക്കും. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് ചെറുപ്പം തൊട്ട്. പക്ഷേ ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഇപ്പം മണിക്കൂറുകൾ യാത്ര ചെയ്താലും അങ്ങനെ ഒരു ക്ഷീണം എനിക്കില്ല. ഞാനത് മറന്നുപോയി. അങ്ങനെ ജന്മനാ ഉള്ള ആ ശീലത്തിൽ നിന്ന് കർത്താവ് എനിക്ക് അമ്മ വഴി വിടുതൽ തന്നു. ഇനി എൻ്റെ മക്കൾ ഉടമ്പടിയിലേക്ക് അധികം വന്നിട്ടില്ല, അവർക്ക് ഒരുപാട് കൃപകൾ കിട്ടിയിട്ടുണ്ട്. അവർ ഈ അൾത്താരയിൽ ഞങ്ങളോടൊപ്പം നിർത്തി സാക്ഷ്യം പറയാനുള്ള കൃപ അമ്മ ഈശോയിൽ നിന്ന് വാങ്ങിച്ചു തരുമെന്ന പ്രതീക്ഷയോടെ അനേകം മക്കളെ ഈശോയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ഒരുക്കണമെന്ന പ്രാർത്ഥനയോടെ ഞങ്ങളുടെ സാക്ഷ്യം ചുരുക്കിയാണ്. ഒരു കാര്യം ഞാൻ വിട്ടുപോയി, ഞങ്ങളുടെ കാരുണ്യപ്രവൃത്തികൾ എൻ്റെ മുന്നിൽ ലോണിന് വരുന്ന മക്കളിലൂടെ ഒരുപാട് ആവശ്യക്കാരെ എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവരെയും സഹായിക്കാൻ എനിക്ക് സാധിക്കില്ല, എങ്കിലും ജെനുവിനാണ് എന്ന് തോന്നുന്ന ചിലരെയൊക്കെ സഹായിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പത്രം വിതരണം ചെയ്യുന്ന ഞങ്ങൾ ഒരുമിച്ചാണ്, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പൊതുനിരത്തിൽ നിന്നാണ് ഞങ്ങൾ പത്രം കൊടുക്കാറ്. വീടുകൾ തോറും കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഞങ്ങളുടെ ജോലിയുടെ പ്രത്യേകത കൊണ്ട് ഞങ്ങൾക്ക് അധികം സമയം കിട്ടാറില്ല. അതിന് ഞങ്ങൾ കർത്താവിനോട് മാപ്പപേക്ഷിക്കുകയാണ്. ഞങ്ങളിൽ കൊടുക്കുന്ന ഒരു പത്രം പോലും നഷ്ടപ്പെടാതെ ഒരു പത്രത്തിന് ഒരാൾ വെച്ചെങ്കിൽ ഈശോയിലേക്ക് വരണം, ഈശോയെ അറിയണം, അങ്ങനെ പരസ്പരം സ്നേഹിക്കുന്നവരാകണം. ഒരു കുട്ടി ആത്മഹത്യ വിളക്കി നിൽക്കുന്ന ഒരാൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന പത്രം അവൻ്റെ ജീവിതം തിരിച്ചു കൊടുത്താൽ അവൻ ഈശോയെ ഒരിക്കലും മറക്കില്ല. അവനിലൂടെ ഒരു കുടുംബം രക്ഷപ്പെടും. അവൻ അനേകം പേർക്ക് സാക്ഷിയാകും. അവൻ അനേകർ ഈശോയിലേക്ക് അടുപ്പിക്കും. ഇനി ഒരു മദ്യപാനി അല്ലെങ്കിൽ ഒരു കലഹപ്രിയൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പത്രം വാങ്ങിച്ച് അവൻ ഈശോയെ അറിയാൻ ഇടവന്നാൽ ഒരു നാട് തന്നെ നന്നാവും. അങ്ങനെ ഈശോയെ പ്രഘോഷിക്കാനുള്ള ശക്തി തരണമേ എന്ന് പ്രാർത്ഥനയോടെ ഞങ്ങളുടെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ ജീവിതത്തിൽ മാതാവ് തന്ന 2019 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. മാർച്ച് മാസത്തിൽ എൻ്റെ പേര് ജോർജ്. ഞാൻ കോട്ടയം കിടങ്ങൂരിൽ നിന്ന് വരുന്നു. എനിക്ക് 2019 ഉടമ്പടി എടുക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ പല പല പ്രശ്നങ്ങൾ, സമാധാനക്കേട്, പല അന്ധകാര ശക്തികൾ, ഇത് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പിള്ളേർ പഠിച്ചുകൊണ്ടിരിക്കുന്ന +1-നും +2-നൊക്കെ പിള്ളേർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ്. അപ്പോൾ ഞാൻ മാതാവിനെ ആദ്യം ഉടമ്പടി എടുത്തപ്പോൾ നിയോഗം വെച്ചത് അവരുടെ നല്ല റിസൾട്ട്, അവർക്ക് നല്ലൊരു റിസൾട്ട് കൊടുക്കണം, വിശ്വാസം കൊടുക്കണം, നല്ല വിശ്വാസത്തിൽ വളരാൻ അവരെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കുടുംബത്തിൽ വിശ്വാസം നിറയ്ക്കണം, പ്രാർത്ഥന നിറയ്ക്കണം. പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസരങ്ങൾ, പള്ളിയിൽ പോകാൻ പറ്റാത്ത അവസ്ഥകൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ദൈവത്തിന് സമർപ്പിച്ച് ഞാൻ ഉടമ്പടി എടുത്ത്
2019 +2 പരീക്ഷയിൽ കൊച്ച് പരീക്ഷ ചെയ്തപ്പോൾ അവൾക്ക് ഫുൾ A+ നൽകി ദൈവം അനുഗ്രഹിച്ചു. അതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യം ദൈവം തന്ന അത്ഭുതം. അതിനുശേഷം അവൾക്ക് മെറിറ്റിൽ തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഞാൻ ഉടമ്പടി എടുത്ത് ആദ്യം കോട്ടയത്ത് വെച്ചെങ്കിലും കിട്ടിയില്ല. മാതാവിന് ഞാൻ ആലപ്പുഴയിൽ വന്നത് തൊട്ട് എനിക്ക് തുടർന്ന് വരാനുള്ള അനുഗ്രഹം ദൈവം ഈ വർഷങ്ങളെല്ലാം തന്ന് അനുഗ്രഹിച്ചു. ഞാൻ 14ാമത്തെ തവണയാണ് ഇപ്പം കൊടുക്കുന്നത്. ആദ്യം വണ്ടാനം മെഡിക്കൽ കോളേജിൽ നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടി. അവൾക്ക് നല്ല റിസൾട്ടോടുകൂടി ഓരോ വർഷവും ദൈവം അനുഗ്രഹിച്ച് 4ാം വർഷം 2nd റാങ്കോടുകൂടി പാസ്സാകുവാൻ കിട്ടി. ദൈവം അനുവദിച്ചു. പിന്നീട് അവൾക്ക് OET പഠിക്കാനായിട്ട് ക്ലാസ് പഠിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ OET പഠിച്ച് എഴുതി. അതിനും മാതാവ് വളരെ അത്ഭുതമാണ് തന്നത്. 4B സ്കോർ നൽകി അവളെ അനുഗ്രഹിച്ചു 10 അറ്റംപ്റ്റിൽ തന്നെ. ഓരോ പ്രാവശ്യം ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം മാതാവ് തിരുക്കുമാരനും ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾ വളരെ വലുതാണ്. ആ പരീക്ഷ വെച്ചു. പിന്നെ ഞങ്ങളുടെ ഒരു വസ്തു 1 ഏക്കർ സ്ഥലം ഞങ്ങളുടെ കുടുംബസ്വത്ത് വളരെ കടബാധ്യതയെപ്പറ്റി ഞങ്ങളായിട്ട് വരുത്തിയതല്ല, എങ്കിലും ഞങ്ങൾക്കൊരു സഹോദരനെ സഹായിക്കേണ്ടത് വന്ന കടബാധ്യതയാണ്. അവൻ ആകസ്മികമായി മരണപ്പെട്ടു. ആ കടം വീട്ടിൽ തരാൻ ആരുമില്ലാതെ ആ സ്ഥലത്തുനിന്ന് ഞങ്ങൾക്ക് ജപ്തി ചെയ്ത് ഇറങ്ങി തരേണ്ടി വന്നു 2022. എങ്കിലും ആ സന്തോഷത്തോടുകൂടി മാതാവ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയപ്പോഴും ഒരു പിള്ളേരൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയമാണ്. ഞങ്ങൾക്ക് പെരുവഴിയിലേക്ക് ഇറങ്ങാൻ പറ്റിയില്ലെന്നുള്ള കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം വാങ്ങാനുള്ള ഒരു സഹായം നടത്തിയെന്നൊക്കെ കിട്ടി. കുറച്ച് പൈസ വായ്പയായിട്ട് മറ്റുള്ളവർ തന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു സ്ഥലം മേടിച്ച് താമസിക്കാൻ, വാടകയ്ക്ക് പോകാതെ സ്വന്തമായി തന്നെ ഒരു ഭവനവും സ്ഥലവും മേടിച്ച് താമസിക്കാൻ മാതാവ് അനുഗ്രഹിച്ചു. കൂടാതെ ഈ 2025 ആയപ്പോഴത്തേക്ക് ആ വസ്തു 58 ലക്ഷം രൂപയായി. 20 ലക്ഷമാണ് മുതലെടുത്തിരുന്നത്. 58 ലക്ഷമായിട്ട് നിൽക്കുകയാണ്. ജപ്തി ആ കാലത്തിൽ വെച്ചു. ഞങ്ങൾക്കൊന്നും വീട്ടാൻ പറ്റിയല്ല. അത് ബാങ്ക് തന്നെ ലേലത്തിൽ വെച്ചു വീട്ടിക്കോളാം ഞങ്ങൾ പറഞ്ഞു. എങ്കിലും മൂത്ത മകനാണ്. അവന് 25 വയസ്സായി. അവൻ ഫിസിയോതെറാപ്പി കോഴ്സ് പഠിച്ചിട്ട് അവന് പഠിക്കാനൊക്കെ വളരെ പാടായിരുന്നു. എങ്കിലും എൻ്റെ ഉടമ്പടിയിൽ ഞാൻ വെച്ച നേരത്തെ വസ്തുക്കളും എല്ലാം വെച്ച് പ്രാർത്ഥിച്ച് അവർ പരീക്ഷ എഴുതി. ആദ്യം റിസൾട്ട് കുറഞ്ഞു കിട്ടിയാലും പിന്നീട് അവനും 4 വർഷവും പാസ്സായി. നല്ല രീതിയിൽ ഇപ്പം ബോണ്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മംഗലാപുരത്ത്. ഈ കടബാധ്യത എന്നാൽ ഈ 2025 മാർച്ചിൽ ഈ കടബാധ്യത എഴുതി പൊക്കോ, ഞങ്ങൾക്ക് ആ സ്ഥലം വേണ്ട, ഞങ്ങൾക്ക് ഇനി അത് എടുക്കാൻ പറ്റിയല്ല, ഞങ്ങൾക്ക് അത്രയും ലക്ഷങ്ങൾ കണ്ടെത്താൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് ബാങ്കിൽ അറിയിച്ചു. അപ്പോൾ ഇവിടെ വന്ന് മാർച്ച് ആദ്യം ഞാൻ ഉടമ്പടി പുതുക്കിയിട്ട് പോയി. ഞാൻ മാതാവിനോട് ഇത്രയേ പറഞ്ഞുള്ളൂ, ബാങ്കിൽ നിരന്തരം ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല മാതാവേ. ഈ ഒരു തലവേദന ഞങ്ങൾക്ക് ആ വസ്തു ആ ഈശോ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ദൈവം പകരം വേറെ സ്ഥലം തന്നിട്ടുണ്ട്, അത് മതി. ഞങ്ങൾക്ക് ആ ഒരു തലവേദന മാറി. ജപ്തിയാണ് ലേലത്തിലാണെങ്കിലും അതൊന്ന് നഷ്ടപ്പെട്ടു പോയി. ആ തലവേദന ഒന്ന് മാറിത്തരണം അന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. പക്ഷേ ആ 1 മാസം കൊണ്ട് മാകാലത്തിൽ വെച്ചപ്പോൾ അത് 32 ലക്ഷമായി പലിശ ഇളവ് ചെയ്ത് 5% മാത്രമാക്കി തരാമെന്ന് അവർ പറഞ്ഞു. അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ പലരോടും ആവശ്യപ്പെട്ടെങ്കിലും ആദ്യം ആൾക്കാർ ഇടവകയിലും അപേക്ഷ വെച്ചു. ഓരോ സ്ഥലത്ത് നമ്മൾക്ക് പരിചയമുള്ള ആൾക്കാരോടെല്ലാം ചോദിച്ചു, വായ്പയായിട്ട് ഞങ്ങൾക്ക് തരാമോ, ഇത്ര ലക്ഷം കണ്ടെത്തി കഴിഞ്ഞാൽ ഈ 1 ഏക്കർ സ്ഥലമുണ്ട്, അതിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറച്ച് വിറ്റിട്ടാണെങ്കിൽ ഞങ്ങൾ തിരിച്ചു തരാമെന്നുള്ള രീതിയിൽ പലരോടും സംസാരിച്ചപ്പോൾ ആദ്യം ആരും അടുത്ത് വന്നില്ല. പിന്നീട് ഒരു 28-ാം തീയതിയോടുകൂടി 25-ാം തീയതിയോടുകൂടി തന്നെ ആ ഒരു തുക കണ്ടെത്തുവാൻ 32 എന്നുള്ളത് അവസാനം ബാങ്ക് 30 തന്നെ മാറ്റി. 30 ലക്ഷത്തിൽ അത് സെറ്റിൽമെൻ്റ് ആക്കുവാനും ആ തുക പലരിലൂടെ ഞങ്ങൾക്ക് കിട്ടി, വായ്പയായിട്ട് കിട്ടി. ആ ഒരു സ്ഥലം വീണ്ടെടുക്കുവാനും മാതാവ് തന്നു. തിരുക്കുമാരനും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. തുടർന്ന് എൻ്റെ മോൾക്ക് OET കിട്ടിയത്, പക്ഷേ ഓരോ സ്ഥലങ്ങളും ബ്ലോക്കായി കിടക്കുകയാണ്. ലണ്ടനിലേക്ക് ചെയ്തിട്ട് അതൊന്നും നമുക്ക് നടക്കുന്നില്ല. അപ്പോൾ ഓസ്ട്രേലിയയുടെ ഒരു പ്രോസസ്സിങ് 1 ഇയർ, അതൊരു 10-12 ലക്ഷം രൂപയോളം നമുക്ക് മുടക്കാണ്. അതൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, ഒന്നുമില്ല. നിസ്സഹായ അവസ്ഥയിൽ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇതൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, പക്ഷേ ഇത് അമ്മ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണം എന്ന് ആഗ്രഹിച്ച് ജനുവരിയിൽ ഞാൻ അവൾ പറഞ്ഞതനുസരിച്ച് ഒരു ഏജൻസി വഴി അതിനുള്ള സ്റ്റാർട്ടിങ് ചെയ്തു. അവർക്ക് 1.25 ലക്ഷം രൂപ ആദ്യത്തെ ഫീസ് അടയ്ക്കണം. അത് ഞങ്ങൾ സംഘടിപ്പിച്ച് അടച്ചു. അങ്ങനെ തുടർന്ന് അടുത്തൊരു പരീക്ഷ എഴുതാൻ അതിന് പരീക്ഷ പഠിക്കണം, എൻട്രൻസ് പരീക്ഷ പഠിക്കണം, അത് എഴുതണം. അങ്ങനെ ഓരോ പ്രാവശ്യവും അത് പഠിക്കാനുള്ള പൈസ അടച്ചു. അതിന് ക്ലാസ്സിന് എല്ലാ മാതാവ് ഈ ഒരു 5-8 മാസം കൊണ്ട് ക്രമീകരിച്ച് തന്നതുപോലെ ആ എൻട്രൻസ് പരീക്ഷ മെയ് മാസത്തിൽ പോയി എഴുതാനും അതിന് നല്ല റിസൾട്ട് കിട്ടുവാനും ദൈവം അനുഗ്രഹിച്ചു. തുടർന്ന് ഇപ്പോൾ അടുത്ത ഓസ്ട്രേലിയയിൽ ചെന്നെത്തേണ്ട ഒരു പരീക്ഷയാണ്. അതിന് 2.5 ലക്ഷം രൂപയോളം അവിടുത്തെ ഫീസ്, ബാക്കി വിസ പ്രോസസ്സിങ്. അങ്ങനെ വളരെ ഈ ഒരു വർഷത്തിൽ ദൈവം തന്ന അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ആർക്കും പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ മാതാവ് തിരുക്കുമാരനും
അച്ചിട്ടായി തന്നിരിക്കുകയാണ്. എനിക്ക് ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ രോഗികളായിരിക്കുന്നവർക്കൊക്കെ കൊടുക്കും. എൻ്റെ മക്കൾക്ക്, ജീവിത പങ്കാളിക്ക്, സഹോദരങ്ങൾക്ക് എല്ലാം നൽകും. അവർക്കെല്ലാം രോഗസൗഖ്യം, ഓരോരോ അനുഭവങ്ങൾ ഈ നേർച്ച വസ്തുക്കൾ സ്ഥലത്തിൽ അവിടെ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവൻ സമയം മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു മാർഗവുമില്ല. ഞാൻ അതിൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ ആയിട്ട് ജപ്തി കിടക്കുന്നതൊക്കെ ആയിട്ട് അച്ഛനെ ഒരു പ്രാവശ്യം കണ്ടിരുന്നു 2022 സമയത്ത്. അപ്പോൾ അച്ഛൻ എനിക്ക് നേർച്ച ഉപ്പ് കൊണ്ടുപോയി വെഞ്ചരിച്ച് വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞ് ആ സ്ഥലത്ത് ഞാൻ കൊണ്ട് ഇട്ടിരുന്നു. അങ്ങനെ തുറന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും, സഹനങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എനിക്ക് സഹനങ്ങൾ മാതാവ് തരുന്നതാണെങ്കിൽ ഞാൻ അത് സ്വീകരിക്കുവാണ്. പക്ഷേ ആ സഹനങ്ങളിലും ദൈവത്തിൻ്റെ കൃപ എനിക്ക് തരണം, എനിക്ക് വിശ്വാസം നൽകണം, എൻ്റെ മക്കൾക്ക് തരണം, തലമുറയ്ക്ക് തരണം എന്നുള്ള പ്രാർത്ഥന മാത്രത്തോടെ ഞാൻ മുമ്പോട്ട് പോയി. എൻ്റെ കൂടെയുള്ള എൻ്റെ അയൽവക്കത്തും എൻ്റെ സുഹൃത്തുക്കളും സഹോദരങ്ങൾക്കും ഒക്കെ ഞാൻ വിശ്വാസം പകർന്നു കൊടുക്കും. എനിക്ക് ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് എല്ലാ ദിവസവും പോകാൻ പറ്റില്ല. ഞായറാഴ്ച ദിവസങ്ങളിൽ മുടക്കാതെ പോകും. ഇല്ല, അവധിയുള്ള ദിവസങ്ങളിലും ഒക്കെ ഞാൻ കുർബാനയിലൊക്കെ പങ്കെടുത്ത് പ്രാർത്ഥിക്കും. മാസത്തിലൊരിക്കൽ കുമ്പസാരിച്ച് പ്രാർത്ഥിക്കും. പിന്നെ എനിക്ക് ഒരു 1.5-2 വർഷമായിട്ട് ഞങ്ങളുടെ സമീപ പ്രദേശത്തുള്ള ആൾക്കാർ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവരെ എല്ലാമായിട്ട് ഞാൻ ഒരു തീർത്ഥാടനമായിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഞങ്ങൾ ഒരു 10-18 പേരോളം വന്ന് ഉടമ്പടി എടുക്കാനുള്ള കൃപ ദൈവം മാതാവും തിരുക്കുമാരനും തന്നു. പിന്നെ ഇവിടെ തീർത്ഥാടനമായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ ഞങ്ങളുടെ കൂടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു പോകാനുള്ള അവസരങ്ങൾ ദൈവം തന്നു. ഒത്തിരി പേരെ ഈ കാലഘട്ടങ്ങളിൽ ഈ 1 വർഷം 1.5 വർഷത്തോടിടയ്ക്ക് ഇവിടെ എത്താനും പ്രാർത്ഥിക്കാനുള്ള അവസരം തന്ന് ദൈവം അനുഗ്രഹിച്ചു. ഇതൊന്നും എൻ്റെ കഴിവല്ല, എല്ലാം അമ്മ എന്നിലൂടെ എന്നെ ഒരു സാക്ഷിയാക്കി മാറ്റണമേ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അത് ദൈവം എനിക്ക് നടത്തി തന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മോൾക്ക് അവസാനത്തെ ഓസ്കി പരീക്ഷ എഴുതാൻ ഓസ്ട്രേലിയയിലേക്ക് പോകണം. അടുത്ത മാസം 12-ാം തീയതി. എല്ലാ മാതാവിൻ്റെ മാസമാണ് എനിക്ക് അത്ഭുതങ്ങൾ തരുന്നത്. മെയ് മാസത്തിൽ അവൾ എൻട്രൻസ് എഴുതി നല്ല റിസൾട്ട് കിട്ടി. ഇപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ ഓസ്കി എഴുതാനുള്ള ഡേറ്റ് മാതാവ് തന്നു. അതിൻ്റെ വിസയും എല്ലാ കാര്യങ്ങളും 10-12 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് അതിൻ്റെ ദൈവം സജ്ജീകരിച്ച് തന്നു. പലരിലൂടെ വായ്പയായിട്ടാണ് തന്നിരിക്കുന്നത്, എങ്കിലും അതെല്ലാം മാതാവ് നടത്തി തന്നു. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഈ 4 വർഷക്കാലം നേഴ്സിംഗ് പഠിച്ച 4 വർഷക്കാലം ഒരുപാട് ടെൻഷനിലൂടെയൊക്കെയാണ് കടന്നു പോയത്. ഓരോ പരീക്ഷ വരുമ്പോഴും ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ എന്നിരുന്നാലും മാതാവിൽ പ്രത്യാശ അർപ്പിച്ച് എല്ലാ ദിവസവും പറ്റുന്ന ദിവസങ്ങളെല്ലാം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് നേഴ്സിങ്ങിൻ്റെ 4 വർഷം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല, എങ്ങനെയും പാസ്സാവണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ കോളേജിലെ 2nd റാങ്കോടെ നഴ്സിംഗ് പാസ്സാകാൻ എനിക്ക് സാധിച്ചു. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായി കണക്കാക്കുന്നു. പിന്നെ ഒരു ജോലി നേടണം എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. അങ്ങനെ OET എക്സാം എഴുതി. പക്ഷേ UK ആണ് ആഗ്രഹിച്ചെങ്കിൽ പോലും അത് മുൻപോട്ട് പോകാൻ സാധിച്ചില്ല. പിന്നെ ആകസ്മികമായി ഓസ്ട്രേലിയൻ പ്രോസസ്സിങ്ങിനെ കുറിച്ച് അറിഞ്ഞ് അങ്ങനെ ഈ ഒരു നിമിഷം വരെ മാതാവ് എത്തിച്ചു. ഇനി മുൻപോട്ടുള്ള വഴിയിലും മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നെന്ന് പ്രാർത്ഥിക്കുന്നു. ഹെബ്രായർ 7:25 തന്നിലൂടെ ക്രിസ്തുവിലൂടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധമായ ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോ അപ്പായ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ലൂർദ്. ഞാൻ കൊല്ലത്ത് നിന്നാണ് വരുന്നത്. ഞാൻ 2022 ഏപ്രിൽ 23-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. 22-ലാണ് ഉടമ്പടി എടുത്തതെങ്കിലും എനിക്ക് 2018 തന്നെ മാതാവിൻ്റെ അനുഗ്രഹം കിട്ടിയിരുന്നു. എൻ്റെ ഈ മോളെ പ്രഗ്നൻ്റായ സമയത്താണ് എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം എനിക്ക് കിട്ടിയത്. ഈ മോളെ പ്രഗ്നൻ്റായ സമയത്ത് ഞാൻ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് അബോർഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതിനൊരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. എൻ്റെ ഏജ് അന്ന് 38 ആയിരുന്നു. പിന്നെ എൻ്റെ 3ാമത്തെ ഡെലിവറി ആയിരുന്നു. ആദ്യത്തെ 2 ഡെലിവറിയും സിസേറിയൻ ആയിരുന്നു. പിന്നെ എനിക്ക് BP ഹൈ ആയിരുന്നു. ന്യൂറോളജിസ്റ്റിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ആൻറ്റിബയോട്ടിക് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായതുകൊണ്ട് ആ ഡോക്ടർ എന്നോട് പറഞ്ഞത് അബോർഷൻ ചെയ്യണം, കുഞ്ഞിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും, മന്ദബുദ്ധി ആയിരിക്കും, എന്തെങ്കിലും അംഗവൈകല്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ അബോർഷൻ ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ്. പക്ഷേ ഞങ്ങൾ അബോർഷൻ ചെയ്തില്ല. ദൈവത്തിലുള്ള വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോയി. ആ ഡോക്ടർ എൻ്റെ കയ്യിൽ നിന്ന് എഴുതി ഒപ്പിട്ട് വാങ്ങി. ഡോക്ടറിന് ഇതിൽ യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കത്തില്ല, ഇവർ എന്ത് പ്രശ്നം വന്നാലും ഇവരുടെ തന്നെ ഉത്തരവാദിത്തമായിരിക്കുമെന്ന് പറഞ്ഞ് എങ്കിലും ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഒരു ചേച്ചി എന്നോട് കൃപാസനത്തെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചും പറയുന്നത്. അന്ന് എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ലായിരുന്നു ഉടമ്പടിയെക്കുറിച്ച്. എങ്കിലും ഞാൻ ഉടമ്പടിയെന്നും കൃപാസന മാതാവെന്നും കേട്ട് അമ്മ മാതാവിനോട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ഈ കുഞ്ഞിനെ എനിക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതെ
തരണമെന്നും പിന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്കൊരു പെൺകുഞ്ഞിനെ തരണമെന്ന്. എനിക്ക് ആദ്യത്തെ 2 ആൺകുഞ്ഞുങ്ങളായിരുന്നു. അപ്പോൾ മൂന്നാമത് എനിക്കൊരു പെൺകുഞ്ഞ് വേണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ അതിജീവിക്കേണ്ടി വന്നു. സ്കാനിങ്ങിലൊക്കെ എപ്പോഴും ഡോക്ടറിനോട് ഒരുപാട് പ്രശ്നങ്ങൾ പറയുമായിരുന്നു. പക്ഷേ ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് എൻ്റെ കുഞ്ഞിൻ്റെ ആ സ്കാനിങ്ങിൽ വന്ന പ്രശ്നങ്ങളെല്ലാം മാതാവ് പരിഹരിച്ച് തന്ന് അങ്ങനെ 8-ാം മാസം തികയാതെ തന്നെ 2018 ഓഗസ്റ്റ് 29 എനിക്കൊരു പെൺകുഞ്ഞിനെ തന്ന്. ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ലായിരുന്നു. മോൾക്ക് ചെറിയൊരു വെയിറ്റ് കുറവായിരുന്നു, അത് മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഈ മോളെ എനിക്ക് തന്ന്. മോളുടെ പേര് ആജ്ഞ മരിയ എന്ന് പേരിട്ട്, അതും എനിക്ക് മാതാവ് തന്ന പേരാണ്. അങ്ങനെ 2022 ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അത് അന്ന് എൻ്റെ ഹസ്ബൻഡ് വിദേശത്തായിരുന്നു. അന്ന് വിസയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശമ്പളം കുറച്ച് മാസങ്ങളായിട്ട് പെൻഡിങ് ആയിരുന്നു. അങ്ങനെ ആ കാരണങ്ങളെല്ലാം പറഞ്ഞ് നിയോഗങ്ങൾ എഴുതിയിട്ടാണ് ഞാൻ അന്ന് ഉടമ്പടി എടുത്തത്. അതെല്ലാം ആ ഉടമ്പടിയിൽ തന്നെ മാതാവ് എനിക്ക് സാധിച്ചു തന്നു. അങ്ങനെ 2023 ഞാൻ പുതുക്കി. അതിനുശേഷം എൻ്റെ മോൾക്ക് വീട്ടിലൊരു അപകടം പറ്റിയിരുന്നു. മോളിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ മറിഞ്ഞു വീണ് അവളുടെ താടിയെല്ലിൻ്റെ ഭാഗം പൊട്ടി. അങ്ങനെ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവളെ സർജറി ചെയ്യണോ, പ്ലാസ്റ്റിക് സർജറി ചെയ്യണം. കാരണം സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് ഭാവിയിൽ മോൾക്ക് ഒരു അടയാളമായിട്ട് മാറും അവിടെ, അതുകൊണ്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞ്. പക്ഷേ എനിക്ക് പേടിയായിരുന്നു. ഇവള് ഡോക്ടറെ അടുത്ത് വരാനോ നേഴ്സുമാരെ അടുത്ത് വരാനോ ഒന്നും സമ്മതിക്കത്തില്ല. ഇവള് ഭയങ്കര നിലവിളിയായിരുന്നു. അപ്പോൾ എനിക്ക് സർജറിയിൽ ഇവള് പ്രശ്നങ്ങളുണ്ടാക്കി ഇവൾ ആ തിയേറ്ററിൻ്റെ അകത്ത് കയറത്തില്ല എന്നായിരുന്നു എൻ്റെ പേടി. ഇവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുമെന്ന് ഞാൻ പേടിച്ചിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം മോളുടെ നെറ്റിയിൽ കുരിശിട്ട് കൊടുത്ത് പ്രാർത്ഥിച്ച് മോളെ ഞാൻ തിയേറ്ററിലേക്ക് പറഞ്ഞു വിട്ടു. അവൾ കരഞ്ഞുകൊണ്ടാണ് അതിൻ്റെ അകത്തോട്ട് കയറിയത്. പക്ഷേ തിയേറ്ററിൽ നിന്ന് സർജറി എല്ലാം കഴിഞ്ഞ് നേഴ്സുമാർ എന്നോട് വന്ന് പറഞ്ഞു മോൾക്കൊരു കുഴപ്പവും ഇല്ല, അവൾ നല്ല ചിരിച്ചുകൊണ്ടാണ് അതിൻ്റെ അകത്ത് കിടന്നത്, ഒരു ശല്യവും ഇല്ലായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ സംരക്ഷണം അവിടെയും എനിക്ക് കിട്ടി. മോൾക്ക് ഇപ്പോൾ ഡോക്ടറെ കാണാനോ നേഴ്സുമാർ ഇഞ്ചക്ഷൻ വയ്ക്കുമ്പോഴോ യാതൊരു പേടിയും ഇല്ല. അവളുടെ പേടിയെല്ലാം മാതാവ് മാറ്റി തന്നു. 2024 എൻ്റെ ഹസ്ബൻഡ് വിദേശത്തായിരുന്നു അന്ന്. അങ്ങനെ പെട്ടെന്നൊരു ദിവസം പെട്ടെന്ന് ഈ ഷുഗർ പേഷ്യൻ്റ് ആയതുകൊണ്ട് ഡബിൾ വിഷൻ എന്നൊരു പ്രശ്നം വന്ന് അങ്ങനെ എൻ്റെ ഭർത്താവ് നാട്ടിലേക്ക് വന്ന് ഹസ്ബൻഡ് നാട്ടിൽ വന്ന് 2-ാം ദിവസം ഞാനും എൻ്റെ 2 ആൺമക്കൾ, എനിക്ക് 2 ആൺമക്കളാണ്, ആദ്യത്തെ 2 ആൺകുട്ടികളാണ്. ഞാനും എൻ്റെ 2 ആൺകുട്ടികളും ഡെങ്കിപ്പനി വന്ന് കിടപ്പിലായി. അപ്പോൾ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്ന് 2-ാം ദിവസമായിരുന്നു അത്. അപ്പോൾ ഞങ്ങൾക്ക് തീരെ വയ്യായിരുന്നു. ഞങ്ങളെ നോക്കാനായിട്ട് മാതാവ് അവിടെ എത്തിച്ചതായിരുന്നു ഹസ്ബൻഡിനെ. അങ്ങനെ എനിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വന്ന്. എനിക്ക് തീരെ വയ്യായികയായിരുന്നു. എൻ്റെ കൗണ്ടെല്ലാം കുറഞ്ഞ് എനിക്ക് എണീക്കാൻ വയ്യാതെ ഞാൻ 10 ദിവസം അവിടെ അഡ്മിറ്റായിരുന്നു. പിന്നെ 10 ദിവസത്തിന് ശേഷം കൗണ്ട് കൂടി ഞാൻ ഡിസ്ചാർജായി വീട്ടിൽ വന്നെങ്കിലും എനിക്ക് എണീറ്റിരിക്കാനോ യാതൊരുവിധ ആരോഗ്യമില്ലാതെ ഞാൻ കിടപ്പായിരുന്നു. അപ്പം ഞാൻ മാതാവ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ട് കിടന്ന് അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് കിടന്നുകൊണ്ട് തന്നെ ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് നാളെ നേരം വെളുക്കുമ്പോൾ എനിക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ലാതെ എന്നെ എണീപ്പിച്ച് നിർത്തണമെന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഞാൻ കിടന്ന് രാവിലെ എണീറ്റപ്പോൾ എനിക്ക് യാതൊരു വിധമായ ആരോഗ്യ പ്രശ്നവും ഇല്ലാതെ മാതാവ് എന്നെ കാത്തുരക്ഷിച്ചു. അതുപോലെ തന്നെ 2024 എൻ്റെ ഒരു നിയോഗമായിരുന്നു. മാതാവിൻ്റെ അടുത്ത് ഞാൻ എഴുതിയിട്ടിരുന്നു. എൻ്റെ മോൻ എൻജിനീയറിങ് പഠിക്കുകയായിരുന്നു. 2024 അവൻ പാസ് ഔട്ട് ആകുമ്പോൾ അവന് നല്ല മാർക്കോടുകൂടി പാസ്സാകുവാനുള്ള കൃപ കൊടുക്കണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായി ഫസ്റ്റ് ക്ലാസ്സോടുകൂടി മോൻ പാസ്സാകുകയും അവൻ 2024 അവൻ ജർമ്മനിയിൽ മാസ്റ്റർ ഡിഗ്രിക്ക് പോകാനായിട്ട് അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്ത് അങ്ങനെ അവൻ IELTS പരീക്ഷ എഴുതി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവന് 6.5 കിട്ടി. അവൻ ജർമ്മൻ A2 പരീക്ഷയും പാസ്സായി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അതും പാസ്സായി. അങ്ങനെ അഡ്മിഷൻ അപ്ലൈ ചെയ്തു. അങ്ങനെ മോന് അഡ്മിഷൻ കിട്ടി. ആദ്യം കിട്ടിയ അഡ്മിഷൻ വേറെ IELTSന് 7 വേണമായിരുന്നു. പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് 6.5 തന്നെ വേറെ കുറേ കോഴ്സുകൾക്ക് മോൻ അപ്ലൈ ചെയ്തിരുന്നു. അങ്ങനെ 6.5 മതിയായിട്ടുള്ള ഒരു അഡ്മിഷൻ എൻ്റെ മോന് മെക്കാനിക്കൽ എൻജിനീയറിങ്ങിൻ്റെ മാസ്റ്റർ ഡിഗ്രി എടുക്കാനായിട്ട് എൻ്റെ മോന് അഡ്മിഷൻ കിട്ടി. അതുപോലെ തന്നെ അതിനുശേഷം ഞാൻ വിദ്യാഭ്യാസ ലോൺ എടുക്കാൻ വേണ്ടി ബാങ്കിൽ പോയിരുന്നു. പക്ഷേ പലവിധ ആദ്യം ബാങ്കിലെ മാനേജർ പറഞ്ഞത് തരാമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ മോൻ
ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് മോൻ അഡ്മിഷൻ കിട്ടിയത്. അവിടെ വലിയ ഫീസൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ 12.5 ലക്ഷം രൂപ നമ്മൾ കാണിച്ചാലേ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. പക്ഷേ ലോണിൻ്റെ കാര്യം പലവിധ തടസ്സങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് കിട്ടാതെയായി. ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു. പിന്നെ ഇത്രയും പൈസ മോൻ പോകുമ്പോഴത്തേക്ക് ഒരു 16 ലക്ഷം രൂപ ചിലവാകും. ഇത്രയും പൈസ എങ്ങനെ കണ്ടെത്തുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. കാരണം ഹസ്ബൻഡ് വിദേശത്ത് നിന്ന് നാട്ടിൽ വന്ന് നിൽക്കുകയായിരുന്നു. അപ്പം പ്രത്യേകിച്ച് വരുമാനങ്ങളൊന്നും ഇല്ലായിരുന്നു. എങ്കിലും മാതാവിനോട് പ്രാർത്ഥിച്ച് ജപമാല ചൊല്ലി മാതാവിൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച്, മാതാവേ ഞങ്ങൾക്ക് ഒരു വഴിയുമില്ല, മാതാവ് തന്നെ ഇത് കണ്ടെത്തി തരണം. അങ്ങനെ ഞങ്ങൾ സഹോദരങ്ങളോടൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ സഹോദരങ്ങളും അയൽക്കാരെല്ലാവരും കൂടി ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങളുടെ കയ്യിൽ 13 ലക്ഷം രൂപ കിട്ടി. അങ്ങനെ മോന് 12.5 ലക്ഷം രൂപ ബ്ലോക്ക്ഡ് അക്കൗണ്ടിലിട്ട് മോന് VFSന് അപ്ലൈ ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ VFSനുള്ള ഡേറ്റ് ഒരാഴ്ചയ്ക്കുള്ളിൽ ഡേറ്റും കിട്ടി. ഓഗസ്റ്റ് 14-ാം തീയതി മോന് VFSന് പോകാൻ പറ്റി. അങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ മോന് വിസയും കയ്യിൽ കിട്ടി. അങ്ങനെ എൻ്റെ ഒരു 5ാമത്തെ ഉടമ്പടി പുതുക്കലിന് ഞാൻ നിയോഗം വെച്ചിരുന്നു. എൻ്റെ മോൻ മാതാവിൻ്റെ ജനന തിരുനാളിൻ്റെ 8-ാം തീയതി എൻ്റെ മോന് ജർമ്മനിയിൽ പോകാനുള്ള ഭാഗ്യം നൽകണമെന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ആദ്യം ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ സെപ്റ്റംബർ 11-ാം തീയതിയാണ് കിട്ടിയത്. എങ്കിലും പിന്നീട് കറങ്ങിത്തിരിഞ്ഞ് അത് 8-ാം തീയതി എന്നെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ സെപ്റ്റംബർ 8-ാം തീയതി എൻ്റെ മോൻ ജർമ്മനിക്ക് പോവുകയാണ്. അതുപോലെ തന്നെ ജൂലൈ മാസത്തിൽ എനിക്ക് എൻ്റെ തലയുടെ ഒരു വശത്തായിട്ട് ഒരു സിസ്റ്റ് വന്നിരുന്നു. അങ്ങനെ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ എന്നോട് പറഞ്ഞ് CT സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ്, അങ്ങനെ ആ സ്കാൻ ചെയ്ത് ഞാൻ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ച് ആ സ്കാനിങ് റൂമിൽ കയറി. സ്കാനിങ് എടുത്ത് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് തലയുടെ അകത്ത് യാതൊരുവിധ പ്രശ്നവും ഇല്ല, അതൊരു ചെറിയ എന്തെങ്കിലും ഇൻഫെക്ഷൻ മൂലം വന്നതായിരിക്കും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഞാൻ മാതാവിൻ്റെ തൈലം തേച്ച് ആ സിസ്റ്റിൻ്റെ പുറത്ത് തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരാഴ്ചയ്ക്കുള്ളിൽ ആ സിസ്റ്റ് മാഞ്ഞു പോവുകയും ചെയ്തു. അതുപോലെ തന്നെ ആ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ പോയി, എൻ്റെ കുടുംബ വീട്ടിൽ പോയ സമയത്ത് എൻ്റെ മോൾ അടുത്ത വീട്ടിലേക്ക് പോകുന്നതിനിടെ ഒരു പട്ടി എൻ്റെ മോളുടെ പുറകെ ഓടി. അവളുടെ പപ്പ അടുത്ത് തന്നെ ഉണ്ടായിരുന്നെങ്കിലും മോള് മുന്നേ ഓടി, പട്ടി പുറകെ ഓടി. മോളെ കടിക്കാനായിട്ട് തൊട്ടടുത്തെത്തിയപ്പോൾ അടുത്ത വീട്ടിൽ ആ ചേച്ചി വന്ന് ഈ മോളെ പൊക്കിയെടുത്ത്. ആ ചേച്ചി മാതാവിൻ്റെ ഉടമ്പടി എടുത്തൊരു ചേച്ചിയായിരുന്നു. എനിക്ക് മനസ്സിലായി അത് മാതാവ് തന്നെയായിരുന്നു എൻ്റെ മോളെ വന്ന് പൊക്കിയെടുത്തത്. അല്ലായിരുന്നെങ്കിൽ ആ പട്ടി ആ സെക്കൻഡിന് എൻ്റെ മോളെ കടിച്ചേനായിരുന്നു. അങ്ങനെ മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ, ചെറുതും വലുതുമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന് എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ സംരക്ഷണം എപ്പോഴും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന്. എപ്പോഴും ഒരു ചെറിയ പ്രശ്നം വന്നാലും അത് എൻ്റെ മാതാവ് എനിക്ക് പരിഹരിച്ചു തരുമായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെയും എല്ലാം. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ പാവപ്പെട്ടവർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കുകയും രോഗികൾക്ക് അവരെ തൈലം പൂശി പ്രാർത്ഥിച്ച് അവർക്ക് രോഗസൗഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ രാവിലെ ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസം വഴിയരികത്തിരിക്കുന്നവർക്ക് രാവിലത്തെ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ രോഗികൾക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സാമ്പത്തിക സഹായം ചെയ്യുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൃപാസനം എന്ന് പറയുന്നൊരു ഉടമ്പടി എടുത്തവരുടെ ഒരു കൂട്ടായ്മയുണ്ട്. അതിലൂടെ ഞങ്ങൾ മാസത്തിൽ രോഗികൾക്കും അനാഥ മന്ദിരങ്ങൾക്കെല്ലാം സഹായം കൊടുക്കുമായിരുന്നു. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന പത്രം ഞാനും എൻ്റെ മോളും കൂടി എല്ലാ വീട്ടിലും കയറി ഇറങ്ങി കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ ആത്മീയ വിശദീകരണത്തിനായി ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എല്ലാ ദിവസവും എനിക്ക് രാവിലെ എണീറ്റ് പള്ളിയിൽ പോകാൻ പറ്റുന്നത്. അതിലൂടെ എൻ്റെ ജീവിതത്തിലെ നിരവധിയായ പ്രശ്നങ്ങളെ എനിക്ക് പരിഹരിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് എൻ്റെ കുടുംബത്തിന് സമാധാനവും സന്തോഷവും ഉണ്ട്. 1 വർഷമായിട്ട് എൻ്റെ ജീവിത പങ്കാളിക്ക് ജോലിയില്ലെങ്കിലും എൻ്റെ സാമ്പത്തികമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ മാതാവ്